തആല വിശ്വാസികളെ സംബന്ധിച്ച് എന്താ പറഞ്ഞ അല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة തങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്ക് അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാ തഖാഫു വലാ തഹ്സനു നിങ്ങൾ ഒരിക്കലും വേദനിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. കാരണം മലക്കൾ അവൻ കാണും. നമ്മളാരും ജീവിതത്തിൽ മലക്കളെ കണ്ടിട്ടില്ല. പക്ഷെ മരിക്കാൻ നേരത്ത് വിശ്വാസികൾ മലക്കുകളെ കാണും. സ്വാഭാവികമായിക്കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിക്കൊണ്ട് കാണുമ്പോൾ ബേജാറുണ്ടാകും, പേടിയുണ്ടാകും. എവിടേക്കാണ് പോകുന്നത് എന്ന വെപ്രാളമുണ്ടാകും. അപ്പൊ മലക്കൾ അവരെ ആശ്വസിപ്പിക്കാൻ അല്ലാ തഖാഫു നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല, വലാ തഹ്സനു നിങ്ങൾ വേർപാടിന് ശേഷം എന്തുണ്ടാകുമെന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്ന നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിതരാവുക. അല്ലത്തി കുന്തും തുഅദൂൻ അല്ലാഹു നിങ്ങൾക്കത് വാഗ്ദാനം ചെയ്തതാണല്ലോ. ഈ മരണാനന്തര ശേഷം നിങ്ങൾക്കൊരു സ്വർഗമുണ്ട്, നിങ്ങൾക്ക് ജീവിതമുണ്ട്, അവിടെ വിശ്വാസികളായ ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകിയതല്ലേ. അതുകൊണ്ട് ആ സന്തോഷം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റൂഹിനെ തരുക എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ മലക്കുകൾ ആശ്വസിപ്പിക്കുന്ന രംഗം സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് നഹൽ കാണാം അല്ലദീന തതവഫാഹുമുൽ മലായിക ത്വയ്യിബീൻ നല്ല മനുഷ്യന്മാരായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. യഖൂലൂൻ ആ മലക്കുകൾ പറയും സലാമുൻ അലൈക്കും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് വിശ്വാസികൾ ഈ ലോകത്തോട് വിട അറിയുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഉദ്ഖുലുൽ ജന്ന നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി മുതൽ ഈ ബർസഖിന്റെ നിങ്ങളുടെ റൂഹ് ഞങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് മുതൽ നിങ്ങളുടെ ആത്മാവിനുമൊക്കെ സ്വർഗത്തിന്റെ ആസ്വാദനങ്ങളാണ് നൽകപ്പെടുന്നത്. അതുകൊണ്ടാണ് ഉദ്ഖുലുൽ ജന്ന സ്വർഗത്തിലേക്ക്, യഥാർത്ഥ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഹിസാബും വിചാരണയൊക്കെ കഴിയണം. പക്ഷെ ഇവിടെ വെച്ച് മലക്കൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് എന്തുകൊണ്ടാ പറയുന്നത്? ഒരു മനുഷ്യൻ ബർസഖിലേക്ക് വിശ്വാസി എത്തുന്നതോടുകൂടി അവന്റെ സ്വർഗീയ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയും ബിമാ കുന്തും തഅമലൂൻ നിങ്ങൾക്ക് സ്വർഗം കിട്ടിയത് എങ്ങനെയാണ്? സ്വർഗമാർക്കും തറവാടിന്റെ സ്വത്ത് അനന്തരം കിട്ടൂല. ബിമാ കുന്തും തഅമലൂൻ നിങ്ങൾ അമൽ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയത്. അതുകൊണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ നല്ലോണം അമൽ ചെയ്യണം. ഒരാൾക്കും വെറുതെ സ്വർഗം കിട്ടൂല. ഒരാളുടെ മൂട്ടിൽ കയറിയിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂല. നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്ക് വിശ്വസിക്കണം അങ്ങനെ, എന്നെ പേടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവലെന്നോ പറഞ്ഞ. അതൊക്കെ ദുനിയാവിൽ നടക്കും, പരലോകത്തിലൊന്നും നടക്കൂല. ബിമാ കുന്തും തഅമലൂൻ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അർഹത നേടിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അമൽ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മരിക്കാൻ കിടത്ത റസൂൽ വിളിച്ചു വരുത്തിയല്ലോ എന്ന് പറഞ്ഞു, പൊന്നുമോളെ നിനക്ക് എന്തെങ്കിലും ദുനിയാവ് ചോദിക്കാണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ, മോളെ വാപ്പ തരും. പക്ഷെ പരലോകത്ത് വലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ എനിക്കൊന്നും പരലോകത്ത് നിനക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയില്ല. ഞാൻ റസൂലുള്ളാഹിന്റെ മോളാണ് പടച്ചോനെ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സ്വർഗത്ത് കിടക്കുമ്പോൾ ഇനിയും ആ വേക്കിലിങ്ങനെ നമ്മുടെ ദുനിയാവിൽ ജാഥ പോകണമെന്നുള്ള സ്വർഗത്തേക്ക് ജാഥ പോകുന്ന ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് ഒരിക്കലുമില്ല സഹോദരന്മാർ. അവനവന്റെ അമലുകൾ അത് മാത്രമേ സ്വർഗത്തേക്ക് ഉണ്ടാവുള്ളൂ, അതല്ലാതെ മറ്റൊന്നും ഒരു മനുഷ്യനുണ്ടാകൂല. ഇനി ഇതിന്റെ വിശദമായ രൂപങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ റൂഹ് പിടിക്കുകയും ആ റൂഹ് മലക്കുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വളരെ വ്യക്തമായി വിശദമായി വന്നിട്ടുണ്ട്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്ന ഫീ ജനാസത്തിൻ ഫീ ബഖീൽ ഖർഖദ് ബഖീഉൽ ഖർഖദിൽ ഞങ്ങളൊരു ഒരു സഹാബിയുടെ ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫഅതാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. വഖഅദനാ ഹൗലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവിടെ ഇരുന്നു. അപ്പൊ ഞങ്ങളും റസൂലുള്ളാഹിന്റെ ചുറ്റും ഇങ്ങനെ ഇരുന്നു. കഅന്ന അലാ റൂസിന ത്വയ്ർ അപ്പൊ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ എങ്ങനെ ഇരിക്കുക? ഒരു പക്ഷി ഞങ്ങളുടെ തലയിൽ വന്നിരുന്നാൽ പാറിപ്പോകാതെ അത്രയും ശ്രദ്ധിച്ചിരിക്കുന്ന പോലെയാണ് റസൂലുള്ളാഹിന്റെ സദസ്സിൽ റസൂലുള്ളാഹി ക്ലാസ് എടുക്കുമ്പം സഹാബത്ത് ക്ലാസ്സിലിരിക്കുക. അത്രയും പ്രിന്റ് ഓഫ് സൈലന്റ് എന്ന് പറഞ്ഞ പോലെ സഹാബത്ത് എന്താണോ പ്രവാചകൻ പറയുന്നത് അത് സാഗൂതം ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് ലഹദ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബ്ർ 3 മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞു, അല്ലാഹുവേ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, ശരണം ചോദിക്കുന്നു. എന്നിട്ട് ആ ജനാസയിൽ പങ്കെടുക്കുന്ന ഖബർസ്ഥാനിൽ വെച്ചുകൊണ്ട് ബഖീൽ ഖർഖദിൽ പ്രവാചകൻ സുദീർഘമായ ഒരു ഹദീസ് അവരെ കേൾപ്പിക്കുകയാണ്. എന്താണ് ഹദീസ്? പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുഅ്മിൻ ഇദാ കാന ഫി ഇഖ്ബാലിൻ മിനൽ ആഖിറ വൻഖിതാഇൻ മിനദ് ദുനിയ. ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ പരലോകത്തിലേക്ക് പോകാൻ സമയമായി, ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയാൻ സമയമായി കഴിഞ്ഞാൽ നസലത്ത് ഇലൈഹിൽ മലായികതു, അള്ളാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യന്റെ അടുക്കിലേക്ക് അതാ ഇറങ്ങി വരുന്നു. കഅന്ന അലാ വുജൂഹിഹിമുശ് ശംസ്, ആ മലക്കിന്റെ രൂപം എങ്ങനെയാണ്? ആ മലക്കുകളുടെ മുഖങ്ങളിൽ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖമുള്ള, നല്ല പ്രശോഭിതമായ മുഖമുള്ള അള്ളാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യന്റെ അടുക്കിലേക്ക് വരുന്നു. മഅഹും കഫനും മിൻ അക്ഫാലിൽ ജന്ന, സ്വർഗത്തിന്റെ കഫൻ പുടവകളിൽ നിന്ന്, സ്വർഗത്തിന്റെ വസ്ത്രങ്ങളിൽ നിന്ന് കഫൻ പുടവയായിക്കൊണ്ടവർ കൊണ്ടുവന്നിട്ടുണ്ട്. വഹനൂതും മിൻ ഹനൂതിൽ ജന്ന, സ്വർഗത്തിന്റെ സുഗന്ധങ്ങളിൽ നിന്നവർ ആ മനുഷ്യന്റെ റൂഹിനെ പൊതിയാൻ വേണ്ടി സുഗന്ധം കൊണ്ടുവന്നിട്ടുണ്ട്. ഫജലസൂ മിൻഹു മദ്ദൽ ബസർ, എന്നിട്ട് പ്രവാചകൻ പറയാൻ, അതേതൊരു മനുഷ്യനാണെങ്കിലും, അതേതവസ്ഥയിൽ മരിച്ചവനാണെങ്കിലും അവന്റെ കണ്ണ് എത്തുന്ന ദൂരത്ത് ആ മലക്കൾ അവൻ ഇരിക്കും. മലക്കൾ അവന് ചുറ്റിരിക്കും. അവന് നോക്കിയാൽ കാണുന്ന രൂപത്തിൽ, മദ്ദുൽ ബസർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ കണ്ണ് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ ആ സത്യവിശ്വാസികളായ ആളുകളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി നല്ല പ്രശോഭിതമായ മുഖമുള്ള മലക്കുകൾ, അള്ളാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യന്റെ ചുറ്റിലിരിക്കും. എന്നിട്ട് സുമ്മ യജിഉ മലക്കുൽ മൗത്ത്. അപ്പൊ ഇതൊന്നും മലക്കുൽ മൗത്തുകളല്ല, മലക്കുൽ മൗത്തിന്റെ സഹായികളാണ് ഇപ്പൊ വാദ്യം വന്നിട്ടുള്ളത്. റൂഹിനെ പിടിക്കുന്ന മലക്ക് മലക്കുൽ മൗത്താണ്. സുമ്മ യജിഉ മലക്കുൽ മൗത്ത്, പിന്നെയാണ് മലക്കുൽ മൗത്ത് വരിക. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, ആ മലക്കുൽ മൗത്ത് മറ്റുള്ള മലക്കുകളൊക്കെ അവൻ കണ്ണ് കാണുന്ന, അല്ലെങ്കിൽ അവന്റെ കണ്ണെത്തുന്ന ദൂരത്ത് കുറച്ച് വിട്ടാണ് ഇരിക്കുന്നെങ്കിൽ മലക്കുൽ മൗത്തും അവന്റെ തലയുടെ ഭാഗത്തിരിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ഇതിന്റെ ഫയഖൂൽ, ആ മലക്കുൽ മൗത്ത് എന്ന് പറയും, യാ അയ്യത്തുഹൻ നഫ്സുത് തയ്യിബ, ഏറ്റവും പരിശുദ്ധമായ ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാനിൻ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കും നീ ഒന്ന് പുറത്തേക്ക് വരൂ. വിശ്വാസികളായ ആളുകളുടെ ആത്മാവിനോട് ആ മലക്കുൽ മൗത്ത് ആവശ്യപ്പെടും, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാനിൻ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അള്ളാഹുവിന്റെ റിദ്വാനിലേക്കും തൃപ്തിയിലേക്കും നിങ്ങളൊന്ന് പുറത്തേക്ക് വരൂ. അങ്ങനെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഖ്റുജു തസീലു കമാ തസീലു ഖതറത്തു മിൻ ഫിയ്യി സഖാ, ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം, ആ വെള്ളത്തിന്റെ അതിന്റെ വെള്ളം ഒരു പാത്രത്തിൽ നിന്ന് ഒഴിക്കുമ്പോൾ എത്രമാത്രം സ്മൂത്തായി, വളരെ മൃദുലമായ രീതിയിലാണോ ആ വെള്ളം പാത്രത്തിന് പുറത്തേക്ക് വരിക, അതുപോലെ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ആത്മാവ് വളരെ ലോലമായ, ഒരു പ്രയാസമില്ലാതെ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ജസദിനെ വിട്ട് റൂഹ് ആ മനുഷ്യന്റെ മലക്കിന്റെ അടുക്കിലേക്ക് വരും. ഫഅഖദഹാ, അപ്പോൾ മലക്കുൽ മൗത്താണ് റൂഹിനെ പിടിക്കുക. ആ റൂഹ് സ്വന്തം പുറത്തേക്ക് വരുന്ന, ആ റൂഹ് സ്വന്തം പുറത്തേക്ക് വന്നാൽ മലക്കുൽ മൗത്താണ് റൂഹിനെ പിടിക്കുക. മറ്റുള്ള മലക്കുകൾ അവിടെ ഉണ്ടാകും. ഫഇദാ അഖദഹാ ലം യദഅഹാ ഫി യദിഹി തറഫത ഐൻ ഹത്താ യഖുദുഹാ, ഈ റൂഹ് മലക്കുൽ മൗത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ണിമ വെട്ടുന്ന സെക്കൻഡ് പോലും മലക്കുൽ മൗത്ത് ആ റൂഹ് തന്റെ കയ്യിൽ വെക്കുകയില്ല. അത് വേഗം വന്ന ആളുകൾ, തന്റെ കൂട്ടുകാർക്ക്, തന്റെ കൂടെ വന്ന ആളുകൾക്ക് അത് കൈമാറും, ആ മലക്കുൽ മൗത്ത് ആ റൂഹിനെ. എന്നിട്ട് ഫയജ്അലൂഹാ ഫീ ദാലിക്കൽ കഫൻ, അവരാണ് ആ റൂഹിനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ പുടയിലേക്കും അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധത്തിലേക്കും മലക്കുൽ മൗത്തിന്റെ കൂടെയുള്ള മലക്കുകളാണ് ആ റൂഹിനെ മാറ്റുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയഖ്റുജു മിൻഹാ കഅത്യബി നഫ്ഹതി മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർളി, ഭൂമിക്ക് പ്രതലത്തിൽ, ഭൂമിയുടെ പ്രതലത്തിൽ അന്നുവരെ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ല സുഗന്ധം ആ മനുഷ്യന്റെ റൂഹിന്റെ അടുക്ക, ആ റൂഹിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആ സുഗന്ധപൂരിതമായ ഒരു വിശ്വാസിയായ മനുഷ്യൻ അവന്റെ അമലുകൾ കൊണ്ട് അവന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും അവന്റെ ആത്മാവിനെ സുഗന്ധപൂരിതമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ആത്മാവ് പിരിയുന്ന സന്ദർഭത്തിലും അതിന് സുഗന്ധമുണ്ടാകും. ആ സുഗന്ധപൂരിതമായ ആത്മാവിനവർ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫം പുടവിലാക്കുകയും എന്നിട്ട് പ്രവാചകൻ ഫയസ്അദൂന ബിഹാ
ഫലാ യമുറൂന ബിഹാ അലാ മലഇൻ മിനൽ മലായിക. അങ്ങനെ അവർ വേഗം ആ റൂഹയും കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഉയർന്നു പോവുകയാണ്. വാനലോകത്ത് അള്ളാഹുവിൻ്റെ ഒരുപാട് മലക്കുകളുടെ സംഘമുണ്ടാകും. ഓരോ സംഘത്തിൻ്റെയും അടുക്കിലൂടെ കടന്നു പോകുമ്പോൾ അവർ ചോദിക്കും, ഫയഖൂലൂന, അവർ ചോദിക്കും, മാ ഹാദിഹി റൂഹു തയ്യിബ, ഇതേതാണ് ഈ നല്ലൊരു മനുഷ്യന്റെ റൂഹ്, ഈ നല്ല മനുഷ്യൻ ആരാണിത്? ഫുലാൻ ഇബ്നു ഫുലാൻ ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനു യുസമ്മുനഹാ ബിഹാ ഫിൽ അർദ് ഫി ദുനിയ. ദുനിയാവിലെ മനുഷ്യനിട്ടിരിക്കുന്ന നല്ല പേരുകൾ അവർ മലക്കുകൾ, അള്ളാഹുവിന്റെ മലക്കുകൾ മറ്റുള്ള ആ മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കും. നമ്മുടെ സ്വന്തം പേരും ബാപ്പാന്റെ പേരും ചേർത്തിട്ട് ഇന്ന സ്ഥലത്തുള്ള ഇന്ന നല്ല മുത്തഖിയായ മനുഷ്യന്റെ റൂഹാണിത് എന്ന മലക്കുകൾ ആ മറ്റു മലക്കുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് ഹത്താ യൻതഹു ബിഹാ ഇല സമാഇ ദുനിയ, അള്ളാഹുവിന്റെ ഒന്നാം ആകാശത്തേക്ക് ആ റൂഹുമായി കൊണ്ട്, അതൊക്കെ ഞൊടിയിട കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ റൂഹുമായി കൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യന്റെ റൂഹുമായി കൊണ്ട് ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ ഫയസ്തഫ്തിഹൂനഹു ലഹു, അവിടെ അള്ളാഹുവിന്റെ കാവൽക്കാരുണ്ടാകും. അവർ റൂഹുമായി കൊണ്ട് ചെല്ലുമ്പോൾ ആ വാതിൽ തുറക്കാൻ അവർ ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് ആ വാതിൽ തുറന്നു കൊടുക്കുക. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്. 7 ആകാശത്തിനും കാവൽക്കാർ അള്ളാഹ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ പോയപ്പോൾ ഒന്നാം ആകാശത്തേക്ക് എത്തിയപ്പോൾ പ്രവാചകന്റെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ അവിടെ തടഞ്ഞു. ആരാണ് ചോദിച്ചു. അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. മൻ മഅക, നിന്റെ കൂടെ, താങ്കളുടെ കൂടെ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിളിക്കപ്പെട്ടിട്ടാണോ പോകുന്നത് എന്നാണ് ചോദ്യം എടുത്തത്. അതേ, വിളിക്കപ്പെട്ടതാണ്. അപ്പോൾ തുറന്നു കൊടുത്തു വാതിൽ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് പോലും വാതിൽ തുറക്കാതെ പോകാൻ പറ്റില്ല. ഇനി തുറക്കാൻ പറ്റുന്ന വാതിലാണെങ്കിലും അതൊരു അദബാണ്, മര്യാദയാണ്. കാരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് സ്ഥാനം കുറവുള്ളതാണ് ഈ ഒന്നാം ആകാശത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ. അത് വാതിൽ ചവിട്ടി തുറന്നു പോകല്ല. നേരെ മറിച്ച് തനിക്ക് തുറക്കാൻ കഴിയുന്ന വാതിലാണെങ്കിൽ പോലും ഒരു അദബും മര്യാദയുണ്ട്. അതൊക്കെ മലക്കുകൾ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. തുറക്കാൻ ആവശ്യപ്പെട്ട് കാരണം ബോധിപ്പിക്കുന്നു, തുറന്നു കൊടുക്കുന്നു. ഇതേപോലെയാണ് വിശ്വാസികളായ ആളുകളുടെ ആത്മാവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ കൊണ്ടു ചെല്ലുന്നവർ തുറക്കാൻ ആവശ്യപ്പെടുന്നു, തുറന്നു കൊടുക്കുന്നു. എന്നിട്ട് ഈ റൂഹിനെ കൊണ്ട് ഒന്നാം ആകാശത്ത് രണ്ടാം ആകാശത്തേക്ക് പോകുമ്പോൾ ഒന്നാം ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും, അള്ളാഹുവിന്റെ മലക്കുകൾ ഈ റൂഹിന്റെ കൂടെ പോവുകയാണ്. അതിന് തശ്യീഅ ചെയ്യാൻ, അതിന്റെ ബേക്കിൽ പോവുകയാണ്. അതിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ റൂഹിന്റെ കൂടെ അവർ ഒന്നാം ആകാശത്തിൽ നിന്ന് അടുത്ത ആകാശത്തിലേക്ക് പോകുന്നു. അങ്ങനെ അടുത്ത ആകാശത്തിൽ ഇത് സംഭവിക്കുന്നു. ഹത്താ യൻതഹി ബിഹാ ഇല സമാഇ അല്ലതി ഫി അല്ലാഹ്, ആ 7 ആകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അതെത്തുമ്പോൾ ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു തആല മലക്കോട് പറയും, ഉക്തുബു ഹാദാ അബ്ദി ഫി ഇല്ലിയീൻ, എന്റെ ഈ അടിമയെ, അവന്റെ റൂഹിന്റെ, അവന്റെ പേര് നിങ്ങൾ ഇല്ലിയീൻ രേഖപ്പെടുത്തുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കോട് പറയും. എന്നിട്ട് ആ റൂഹ് വീണ്ടും തിരിച്ചത് ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചു കൊടുക്കും. ഇതൊരു വിശ്വാസികളായ ആളുകളുടെ മരണമാണ്. ഇത് നേരെ വിപരീതമാണ്. ഒരു കാഫറായ മനുഷ്യനാണെങ്കിൽ, ഒരു സത്യനിഷേധിയായ തെമ്മാടിയായി, ഭൂമിയിൽ ഫാസിഖായി തെമ്മാടിയായി നടന്ന മനുഷ്യനാണെങ്കിൽ മരിക്കോളം ആളുകൾക്ക് ബോധം ഉണ്ടാകൂല. റൂഹ് തൊണ്ടക്കയിലേക്ക് എത്തുമ്പോഴാണ് യാ ലൈതനി, പടച്ചോനെ എനിക്ക് കുറച്ചൊക്കെ അമൽ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന ബോധം തൊണ്ടക്ക് പിടിക്കുമ്പോഴാണ്, മലക്കൾ തൊണ്ടക്ക് പിടിക്കുമ്പോഴാ ബോധം ഉണ്ടാകും. നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മുടെ ഉമ്മത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ് ഈ മുസ്ലിം സമൂഹത്തിൽ, ഒരു സൊസൈറ്റിയിൽ മെമ്പറാകാൻ കഴിയുക എന്നുള്ളത്. അമ്പിയാക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് പോലും ലഭിക്കാത്ത തൗഫീഖ് കിട്ടിയ ഉമ്മത്താണ് നമ്മൾ. പക്ഷെ ഇപ്പം എന്താണ് കഴിഞ്ഞ ആഴ്ചകളൊക്കെ വരുന്ന വാർത്തകൾ നിങ്ങൾ ആലോചിച്ചു. എന്താ നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ? കൊലപാതകത്തിന് നമുക്ക് മടിയില്ല, മയക്കുമരുന്നിന് നമുക്ക് മടിയില്ല, എന്ത് തോന്നിവാസങ്ങൾക്ക് നമുക്ക് മടിയില്ല. പച്ചയായ മനുഷ്യന്മാരെ ഹാമർ കൊണ്ടും കത്തി കൊണ്ടൊക്കെ കുത്തിക്കൊല്ലൻ, കോയിനറക്കണ അത്ര പോലും ഒരു മനസ്സിന് ഒരു സങ്കോചമില്ലാത്ത രീതിയിൽ നമ്മുടെ മനസ്സുകൾ കടുത്തുപോയിരിക്കുന്നു. ഇതൊക്കെ മരണം ഉണ്ട് എന്ന് വയല് കേൾക്കുമ്പോഴും, അല്ലെങ്കിൽ അതൊക്കെ അത്തരം ഉപദേശങ്ങൾ കേൾക്കുന്നത് പോലും ചില ആളുകൾക്ക് പരോചകാണ്. ആരപ്പം എനിക്ക് കിട്ടണ ഉപദേശം കേൾക്കാനൊക്കെ? പ്രത്യേകിച്ചും യുവ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഇത്തരം ഉപദേശങ്ങൾ തന്നെയും അരോചകമായി തീർന്നിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്,
മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മലക്കളടുത്ത് നല്ല പൂശൽ കിട്ടുന്ന അള്ള പറയാൻ വലോ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക, നബിയെ നിങ്ങളെങ്ങാനും ആ രംഗം കണ്ടിരുന്നുവെങ്കിൽ, ഒരിക്കലും താങ്ങാൻ കഴിയില്ല, നിങ്ങൾക്ക് ആ രംഗം കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നാ അള്ള പറഞ്ഞതിന്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ധൈര്യശാലിയാണ്, ഏറ്റവും മനക്കരുത്തുള്ള ആളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ള പറയാം വലോ തറാ, നബിയെ നിങ്ങളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഇത് യതവഫല്ലദീന കഫറുൽ മലായികതു, മലക്കുകൾ സത്യനിഷേധികളായ ആളുകളെ മരിപ്പിക്കുന്ന രംഗം നിങ്ങൾക്ക് കണ്ടുക്കാൻ കഴിയില്ല. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, ആ മലക്കുകൾ അതാ ആ മനുഷ്യന്റെ മുഖത്തടിച്ചുകൊണ്ടിരിക്കുന്നു. വഅദ്ബാറഹും, അവന്റെ പുറംഭാഗത്തും അവന്റെ ദുബറിലും അഥവാ അവന്റെ ഊരക്കും അടിച്ചുകൊണ്ടിരിക്കുന്നു, പുറംഭാഗത്തും അടിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് മലക്കുകൾ? നമ്മളെപ്പോലെ വഖുലിഖൽ ഇൻസാനു ദഈഫ എന്നുള്ള പറഞ്ഞു. മനുഷ്യനെ എത്ര അടിച്ചാലും അവൻ ദഈഫാണ്. പക്ഷെ മലക്കളെ പറ്റിയുള്ള പറഞ്ഞു ദൂ മിറത്തിൻ, ഏറ്റവും ശക്തന്മാരാണ് മലക്കൾ എന്നല്ലാന്റെ. എല്ലാ മലക്കളും അങ്ങനെ തന്നെ. പക്ഷെ ഏത് മനുഷ്യനാണെങ്കിലും എത്ര വലിയ മസിൽ പവറുകളാണെങ്കിലും അള്ളാഹ് മനുഷ്യനെ പറ്റി മൊത്തം പറഞ്ഞു ഖുലിഖൽ ഇൻസാനു ദഈഫ, ദഈഫാണ് മനുഷ്യൻ. ഒരു മനുഷ്യന്റെ അടി പോലും താങ്ങാൻ കഴിയില്ല. പക്ഷെ ആ മലക്കൾ അടിക്കുന്ന യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവിടെ മുഖങ്ങളിൽ അവർ അടിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പുറംഭാഗത്തും എന്ന് പറഞ്ഞാൽ മുന്നിലും ബേക്കിലും അടി കിട്ടും. എന്നിട്ട് പറയും വദൂഖു അദാബൽ ഹരീഖ്, നിങ്ങൾ ഈ നരകത്തിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളണം. സൂറത്തുൽ അൻആമിൽ അല്ലാഹ് പറയാൻ വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗംറാത്തിൽ മൗതി, നേരത്തെ കാഫിറുകളെ പറ്റിയ പറഞ്ഞു. ഇത് കാഫിറുകൾക്ക് മാത്രമല്ല, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കാത്ത എല്ലാ അക്രമികൾക്കും ഇതുണ്ടാകും. വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗംറാത്തിൽ മൗതി, ആ മരണത്തിന്റെ വെപ്രാളത്തിന്റെ സമയം, ളാലിമീങ്ങളായ ആളുകൾ, അക്രമികളായ ആളുകളുടെ മരണത്തിന്റെ വെപ്രാള സമയം നിങ്ങളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ നബിയെ, വൽ മലായികത്തു ബാസിത്തു ഐദീഹിം, മലക്കുകൾ അവരുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുന്നു. അഖ്രിജു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ പുറത്തേക്ക് കൊണ്ടുവരൂ. അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ ഹഖല്ലാത്തതൊക്കെ വിളിച്ചു പറഞ്ഞിരുന്ന ദുനിയാവില്, അതുകൊണ്ട് റൂഹിനെ വേഗം പുറത്തേക്ക് കൊണ്ടുവന്നു. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ കിബർ നടിച്ചിട്ടില്ലേ? എന്ത് പരലോകം, എന്ത് സിറാത്ത്, എന്ത് സ്വർഗം, എന്ത് നരകം, ഇതല്ല ഇപ്പൊ നമ്മൾ ആളുകൾക്ക് പറഞ്ഞു പരലോകമുണ്ട് സ്വർഗമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വരുമ്പോ കാണാം. ഇതൊക്കെ അള്ള പറയാം. അങ്ങനെ കിബർ നടിച്ച് അഹങ്കരിച്ചിരുന്ന ആളുകളുടെ നഫ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മലക്കുകൾ വിളിച്ചു പറയുന്ന രംഗൻ നബി പ്രവാചകരെ താങ്കളെങ്ങാനും ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞെന്താ, ആ രംഗം അതിഭീകരമാണ്, ഭയാനകമാണ്. ഒരിക്കലും പ്രവാചകന് പോലും കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും മാരകമായ അവസ്ഥയാണ് ആ മരണത്തിനുണ്ടാവുക എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലെ 93-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാർ, ഇതൊന്നും വെറുതെ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കെട്ടുകഥ പറയില്ല. ഇതൊക്കെ വരാനിരിക്കുന്ന ഇന്നഹു ലഹഖുൻ ഹഖുൽ മുബീൻ, വളരെ വ്യക്തമായ ഹക്കാണ് സഹോദരന്മാർ. ഇതൊക്കെ സാധാരണ നമ്മൾ മലയാളത്തിൽ പറയാം കണ്ടറിയാത്തവൻ കൊണ്ടറിയും. ഇതൊന്നും സത്യമില്ലാന്ന് വിശ്വസിക്കുന്ന ആളുകൾ റബ്ബിർജിഊന്ന് അവിടെ വെച്ച് പറയുന്ന, പടച്ചോനെ ഇതൊക്കെ എനിക്ക് ബോധ്യായി, എനിക്കെല്ലാ കാര്യം ബോധ്യായി, എനിക്കൊരു സെക്കൻഡ് ഒന്ന് തിരിച്ചു തരും, ദുനിയാവിലേക്ക് ഒരു സെക്കൻഡ് എനിക്കൊന്ന് മടക്കി തരും എന്ന് ചോദിക്കാത്ത ഒരു ളാലിമുൽ ദുനിയാവിൽ ഉണ്ടാവില്ല എന്ന് ഫിർഔൻ വരെ പറഞ്ഞിട്ടില്ലേ? എല്ലാരും പറയും. ഇതൊക്കെ അള്ള പറയുന്നുള്ളതും അള്ള മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമായ ചില കാര്യങ്ങളാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നല്ല ഹുസ്നുൽ ഖാത്തിം, ഒരു മനുഷ്യന് നല്ല പര്യവസാനം ഉണ്ടായി എന്നുള്ളതിന് ചില അടയാളങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രവാചകൻ പറഞ്ഞു മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരു മനുഷ്യന്റെ ഈ ദുനിയാവിൽ നിന്ന് അവന്റെ നാവിലൂടെ പുറത്തു വരുന്ന അവസാനത്തെ വാചകം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവന് സ്വർഗമുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്.
എല്ലാവർക്കും കഴിഞ്ഞോണമെന്നില്ല. പക്ഷെ അവസാനം വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അതുവരേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടില്ല. കാരണം ഫിർഔനെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് യൂനുസിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഫിർഔൻ റബ്ബുക്കുമുൽ അഅ്ല എന്നൊക്കെ പറഞ്ഞ് മൂസാ നബിനെയും കൂട്ടരൊക്കെ കൊല്ലാൻ വേണ്ടി പിന്നെ മൂസാ നബിന്റെ ബേക്കിൽ വന്നല്ലോ. പക്ഷെ മുങ്ങിയങ്ങോട്ട് മരിക്കാൻ നേരത്ത് എന്റെ വെള്ളം തൊണ്ടക്കുയിലേക്ക് എത്തിയപ്പോ മരണ തൊണ്ടക്കുയിൽ വജാവസ്നാ ബിബനി ഇസ്രായീൽ ബഹറ ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദുഹു ബഗ്യ. മൂസാ നബി തന്റെ അനുയായികൾക്ക് രക്ഷപ്പെടാൻ, അപ്പൊ ഫിർഔനും അവന്റെ കൂട്ടരും അവന്റെ സൈന്യവുമായി കൊണ്ട് അതിക്രമകാരികളായ ശത്രുതയോടുകൂടി മൂസാ നബിന്റെ ബേക്കിൽ വന്നു. ഹത്താ അദ്റകഹുൽ ഗർഖു, അവനതാ മുങ്ങിച്ചാകാ നേരത്തെ സമയത്തതാ ഖാല ആമന്തു, അവൻ പറഞ്ഞു ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. എന്താ വിശ്വസിച്ചത്? അന്നഹു ലാ ഇലാഹ ഇല്ലദീ ആമനത ബിഹി ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായീൽ വിശ്വസിച്ച പടച്ചറബല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാകുന്നു. ഇതാണ് അവസാനമായി ഫിർഔൻ പറഞ്ഞത്. ഫിർഔന്റെ അവസാനത്തെ വാക്കെന്താ? ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത ബിഹി ബനൂ ഇസ്രായീൽ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹ് ചോദിച്ചു, ആൽ ആൻ, ഇപ്പോഴാണോ പറഞ്ഞത്? സമയം കഴിഞ്ഞുപോയി. ബെല്ലടിച്ചാൽ പിന്നെ പരീക്ഷ ചെയ്തിട്ട് കാര്യമില്ല, പിന്നെ ഇതാ സമയമല്ല. ഇപ്പോഴാണോ പറയുന്നത്? അതുകൊണ്ട് അപ്പൊ പറഞ്ഞിട്ട് കാര്യം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലം യുഗർഖിർ, ഒരു മനുഷ്യന്റെ റൂഹ് തൊണ്ടക്കൊയിലെത്തുമ്പോ ഗർഖർ ശബ്ദം ഉണ്ടാകും. തൊണ്ട കൊയ്യുന്നത് വേർപിരിയുമ്പോൾ ആ ഗർഖർ ശബ്ദം എത്തുന്നതിന്റെ മുമ്പ് ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുകയും ചെയ്താൽ അവന് സ്വർഗമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മരണത്തിന്റെ ലക്ഷണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അവരൊരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് പിന്നെ വേറൊന്നും സംസാരിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരും പറഞ്ഞു കൊടുക്കരുത്. അത് രോഗിക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ രോഗി സംസാരിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരു പ്രാവശ്യം കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുക. നമ്മൾ വാപ്പാക്ക് അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് സംസാരിക്കാൻ ശേഷി ഉണ്ടെങ്കിൽ അവരാണത് പറയേണ്ടത്. വാപ്പ മരിക്കാൻ വാപ്പങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അപ്പോൾ വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നൊന്ന് വാപ്പ സംസാരിക്കണമെങ്കിൽ പിന്നെയും പറഞ്ഞോളി എന്ന് പറയിപ്പിക്കണ്ട, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. പിന്നെ മറ്റെന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. ഇനി വാപ്പാക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ചെവിയിലൊക്കെ വല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് മെല്ലങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഒരുപക്ഷെ പിന്നെ നാവ് കൊണ്ടെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ഒരു പക്ഷെ പറയുന്ന അവസ്ഥ ഉണ്ടായേക്കാം. ഇത് പല ആളുകളും ശ്രദ്ധിക്കാറില്ല. മരിക്കുന്ന സന്ദർഭത്തിൽ പിന്നെ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം അംഗീകരിച്ച മുസ്ലിം ആവില്ല, മുഹമ്മദ് റസൂലുള്ളാഹി കൂടെ അംഗീകരിക്കണം. പക്ഷെ മരിക്കാൻ കിടത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചെല്ലിയാൽ മതി. അത് പറഞ്ഞു കൊടുക്കുന്നത് ഇഖ്തിസാറിന് വേണ്ടിയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി കൂടി പറഞ്ഞു കൊടുത്താൽ കുറച്ച് പ്രയാസം ഉണ്ടാവുന്ന കൂടി, കുറച്ച് വലിയ കലിമത്തല്ലേ. അപ്പൊ തൈസീറിന് വേണ്ടി, എളുപ്പത്തിന് വേണ്ടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മാത്രം ചുരുക്കിയതെന്നാ. അപ്പൊ അതുകൊണ്ട് രോഗിക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ നെറ്റിയിൽ വിയർപ്പിന്റെ കണമുണ്ടെങ്കിൽ, വിയർപ്പോടുകൂടിയാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ അതൊരു നല്ല മരണത്തിന്റെ ലക്ഷണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ബുറൈദത്ത് ബിൻ ഹുസൈബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു കാന ബി ഖുറാസാൻ, അദ്ദേഹം ഖുറാസാനിലായിരുന്നു. ഫആദ അഖൻ ലഹു വഹു മരീദുൻ ഫവജദഹു മിനൽ മൗത്ത്, അങ്ങനെ മരിക്കാൻ കിടക്കുന്ന തന്റെ ഒരു സഹോദരൻ അദ്ദേഹം സന്ദർശിക്കാൻ പോയി. ഫഇദാ ഹു ബിഗർഖി ജബീനിഹി, അപ്പോൾ മരിക്കുന്ന സന്ദർഭത്തിൽ ആ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് നെറ്റിത്തറ നല്ലോണം വിയർത്തിട്ടുണ്ട്. അപ്പോൾ ഫഖാൽ അല്ലാഹു അക്ബർ, ബുറൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചറബ് അല്ലാഹു എത്ര പരിശുദ്ധ, അല്ലാഹു വലിയവനാണ്. അല്ലാഹു അക്ബർ. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, മൗത്തുൽ മുഅ്മിൻ ബിഅർഖിൽ ജബീൻ, ഒരു വിശ്വാസിയുടെ മരണം അവന്റെ നെറ്റിയിൽ വിയർപ്പ് കണം പൊടിഞ്ഞുകൊണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വിയർപ്പ് പൊടിയ? വെറുതെ ഇരുന്ന വിയർപ്പ് പൊടിയില്ലല്ലോ. നല്ലോണം അധ്വാനിച്ച് ശരീരം ക്ഷീണിക്കുമ്പോഴാണ് സാധാരണ വിയർപ്പ് പൊടിയ. ഇത് പറഞ്ഞാൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്നത് വരെ അവന്റെ അമലുകളിൽ അവൻ നിരതനായിരിക്കും.
ഇനി അവന് അമല് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അവന് പ്രതിഫലങ്ങൾ ദുനിയാവിൽ ആ പണ്ടവൻ ചെയ്തു വെച്ചതിൻ്റെ ആ നന്മകളുടെ പ്രതിഫലങ്ങൾ അവൻ ഏറ്റുവാങ്ങി ആ അമലിലൂടെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും അമലില്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല ഒരു വിശ്വാസിക്ക്. അതുകൊണ്ടാണ് നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസി മരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതൊരു നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. ഇനി ഒരു മനുഷ്യന് ഒരു വിയർപ്പ് കണം പൊടിയൊന്നും കണ്ടില്ലെങ്കിൽ അയാളത് മോശം അർത്ഥത്തിലല്ല. ഇതൊക്കെ നല്ല മരണത്തിന്റെ ചില ലക്ഷണങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി യുദ്ധക്കളത്തിൽ വെട്ടേറ്റുകൊണ്ട് മരിക്കുക, അതുപോലെ തന്നെ പ്ലേഗ് രോഗം ബാധിച്ച് മരിക്കുക, കൊറോണയാ, അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ ബാധിച്ചുകൊണ്ട് മരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, ബിമമാത യഹ്യ ബിൻ അബി അംറ ഖുൽതു ബിത്താഊൻ. ഞാൻ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യഹ്യ ബിൻ അബി അംറ എങ്ങനെയാണ് മരിച്ചത്? അദ്ദേഹം പറഞ്ഞു, പ്ലേഗ് രോഗം ബാധിച്ചിട്ടാണ് മരിച്ചത്. അപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്താഊനു ഷഹാദത്തുൽ ലികുല്ലി മുസ്ലിം. പ്ലേഗ് രോഗം ബാധിച്ച് മരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ അടുക്ക് രക്തസാക്ഷിയുടെ കൂലി ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്ലേഗ് രോഗം മാത്രമല്ല, ഏത് പകർച്ചവ്യാധിയുള്ള ഏത് രാസങ്ങളും അതിന്റെ പരിധിയിൽ പെടുമെന്ന്. പ്ലേഗ് രോഗം റസൂലുള്ളാഹിന്റെ കാലത്ത് വ്യാപകമായിരുന്ന രോഗമാണ്. അബൂ ഉബൈദത്തും ജറാഹ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ അമീനു ഹാദിൽ ഉമ്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അബൂ ഉബൈദ ജറാഹ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പ്ലേഗ് രോഗം ബാധിച്ച മരിച്ചത്. ബദരീങ്ങളിൽപ്പെട്ട പല ആളുകളും ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലുണ്ടായ പ്ലേഗ് രോഗം ബാധിച്ച് ഷാമിൽ വളരെ വ്യാപകമായ പ്ലേഗ് രോഗം ഉണ്ടായി, അതിൽ മരണപ്പെട്ടു. ബദരീങ്ങളിൽപ്പെട്ട ആളുകൾ. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ നാട്ടിൽ പ്ലേഗ് രോഗം ഉണ്ടായ ബദരീങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കില്ല. ആ ബദരീങ്ങളിൽപ്പെട്ട ചില ആൾക്കാർ പ്ലേഗ് രോഗം ബാധിച്ചിട്ടാണ് മരിച്ചത്. നിങ്ങൾ ആലോചിക്കുക, എത്ര വൈരുദ്ധ്യാത്മകമായ കാര്യങ്ങളാണ് നമ്മൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ബദരീങ്ങളിൽപ്പെട്ട അബൂ ഉബൈദത്തുൽ ജറാഹ് അടക്കമുള്ള ആളുകൾ പ്ലേഗ് രോഗം ബാധിച്ചാണ് മരിച്ചത് ഷാമില്. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്ക് പോകാൻ നിന്നപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു ആളുകൾ. കാരണം റസൂൽ പറഞ്ഞിട്ടുണ്ട്, അവിടേക്ക് ഒരു രോഗമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ അവിടെ അസുഖം ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാൻ പാടില്ല, അവിടെ ആളുകൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ ഈ കൊറോണ വന്നപ്പോൾ റസൂലുള്ളാഹിന്റെ ഹദീസാണല്ലോ എല്ലായിടത്തും പ്രായോഗികവൽക്കരിച്ചത്. രോഗമുള്ളിടത്ത് നമ്മൾ ക്വാറന്റൈനാക്കി, അല്ലെങ്കിൽ ആ പേരൊക്കെ മറന്നുപോയി, എന്താ പറയുക, പല കണ്ടെയ്ൻമെന്റ് സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് ആളുകൾ പോകാൻ പാടില്ല, ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ പ്രകാരം. രോഗമുള്ള ഒട്ടകത്തെ രോഗമില്ലാത്ത ഒട്ടകത്തിന്റെ കൂടെ കടത്താൻ പാടില്ല. ഇതൊക്കെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് ഈ ക്വാറന്റൈൻ സിസ്റ്റം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ താഊൻ പ്ലേഗ് രോഗം ഒരു മുസ്ലിമിന്റെ ഷഹാദത്താണ് പ്രവാചകൻ പറഞ്ഞു. അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിയുള്ള മരണം. കാരണം മനുഷ്യന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ അവൻ അനുഭവിക്കുന്ന ഭൗതികമായ പ്രയാസങ്ങൾ, മുങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ആളുകൾ പറയുന്ന ഏറ്റവും പ്രയാസകരമായൊരു മരണമാണ് മുങ്ങി മരണം. അതുപോലെ തന്നെ കെട്ടിടം തകർന്നുള്ള മരണം, തീ കത്തിക്കൊണ്ടുള്ള മരണം, ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് ഷഹാദത്തിന്റെ കൂലി കിട്ടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അശ്ഹുദാഉ ഖംസത്തുൻ, 5 ആളുകൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടും. ഒരു നല്ല മരണമാണ്. ഒന്ന് അൽ മത്ഊൻ, പ്ലേഗ് രോഗം ബാധിച്ചു. വൽ മബ്തൂൻ, ബത്നിന് വയറിന് ക്യാൻസർ പോലെയുള്ള, അതുപോലെ തന്നെ പ്രസവം പോലെയുള്ള എന്തെങ്കിലും വയറ് സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടൊരു മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അവന് ഷഹീദിന്റെ കൂലി കിട്ടും. വൽ ഗർഖ്, വെള്ളത്തിൽ മുങ്ങി മരിക്കാം. വസാഹിബുൽ ഹദ്മി, കെട്ടിടങ്ങൾ തകർന്നുകൊണ്ട് ഭൂകമ്പത്തിലോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ കെട്ടിടങ്ങൾ തകർന്നുകൊണ്ട് മരിക്കാം. വശഹീദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായിക്കൊണ്ട് മരിക്കാം. അതുപോലെ തന്നെ പ്രസവത്തിലുള്ള മരണം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നല്ല മരണമാണ്. പക്ഷെ ഇതൊക്കെ ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇനി ഏതെങ്കിലും ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിച്ച ഓൻ ഷഹീദ് എന്ന് ഓനെ പറ്റി പറയാൻ പാടില്ല. അവൻ പരലോകത്ത് അള്ളാഹിന്റെ അടുക്കൽ കൂലി കിട്ടുന്നുള്ളൂ, ഷഹീദിന്റെ ദർജ. കാരണം അവൻ ആ മരണത്തിന്റെ സന്ദർഭത്തിൽ ആ മനുഷ്യൻ അനുഭവിച്ച പ്രയാസത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു സമ്മാനമാണത്. അല്ലാതെ ഓന് ഷഹീദിന്റെ കൂലി വെച്ചിട്ട് ഇനി ഓന് മഖ്ബറ ഉണ്ടാക്കാനും ജാറുണ്ടാക്കാനും നടക്കരുത്. അത് വേറെ വിഷയം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ, ആ ഒരു പെണ്ണ്, അവളുടെ വൽമറത്തു യഖ്തുലുഹാ ജംആ ഷഹാദത്തുൻ, ഒരു വയറ്റിലുള്ള കുഞ്ഞിന്റെ കാരണത്താൽ ആ പെണ്ണ് മരിക്കാൻ, പ്രസവത്തിൽ മരിക്കുകയാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞു അവർ ഷഹീദാണ്. എത്രത്തോളം ചോദിച്ചാൽ യജുറുഹാ വലദുഹാ ബിസുററിഹി ഇലൽ ജന്ന, ആ പെണ്ണിന്റെ അവളുടെ
ഗർഭപാത്രത്തിന്റെ ഞരമ്പുകളുണ്ടല്ലോ, അഥവാ കുഞ്ഞുമായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധം, ആ പൊക്കിൾക്കൊടിയും പിടിച്ച് ആ കുഞ്ഞ് പരലോകത്ത് വരും. എന്നിട്ട് ആ ഉമ്മാനെ സ്വർഗത്തിലേക്ക് ആ കുഞ്ഞ് വലിച്ചു കൊണ്ടുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് ഷഹീദിന്റെ കൂലി കിട്ടും. മാത്രമല്ല ആ കുഞ്ഞ് കാരണം കൊണ്ട് അവൻ ആ പെണ്ണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ തീ പിടിച്ചുള്ള മരണം, അതുപോലെ സ്വന്തം ശരീരവും സമ്പത്തുമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം നടത്തുക, അതല്ലെങ്കിൽ ഒരു മനുഷ്യനോട് പോരാടുക. നമ്മുടെ വീട് ആക്രമിക്കാൻ വേണ്ടി ഒരാൾ വന്നു, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് അപഹരിക്കാൻ വേണ്ടി വന്നു, അയാളുമായുള്ള മത്സരത്തിൽ മനുഷ്യൻ മരണപ്പെട്ടാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ആ മനുഷ്യൻ ഷഹീദിന്റെ കൂലിയാണ്, അവൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം കിട്ടും. അതുപോലെ തന്നെ സൽക്കർമ്മത്തിലായിക്കൊണ്ടുള്ള മരണം, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രബോധ ക്ലാസുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ നല്ലൊരു കർമ്മം കഴിഞ്ഞും മടങ്ങുകയാണ്, അങ്ങനെ ഏത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സൽക്കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ മരിച്ചാൽ അത് നല്ല മരണമാണ്. കാരണം പ്രവാചകന്റെ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ എങ്ങനെയാണോ മരിച്ചത് ആ മരിച്ച അവസ്ഥയിലാണ് പരലോകത്തേക്ക് വരിക. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, സിനിമാ ഹാളിൽ നിന്ന് മരിച്ച നമ്മുടെ കൗമിൽപ്പെട്ട ആൾക്കാരില്ലേ ഇല്ലേ? പരസ്പരം അടികൂടി ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്നും, അതുപോലെ തന്നെ അനാവശ്യമായ തർക്കങ്ങൾക്ക് വേണ്ടി അതിരുതർക്കത്തിന് വേണ്ടി കൊലപാതകങ്ങൾ നടത്തുന്ന കൗമല്ലേ നമ്മളാൾക്കാർ. എന്തായിരിക്കും അവരവസ്ഥ? ആകെ എത്ര വലിയ കൊട്ടാരം ദുനിയാവിൽ പണിതാലും, എത്ര ഏക്കർ കണക്കിന് ഭൂമിയുടെ ആധാരം നമ്മുടെ തലയുടെ ചുവട്ടിലുണ്ടെങ്കിലും 6 അടി മണ്ണാണ് ദുനിയാവിൽ എല്ലാ മനുഷ്യന്മാർക്കുള്ളത്. അതെത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും, എത്ര വലിയ ധനികനാണെങ്കിലും, എത്ര വലിയ പാമരനാണെങ്കിലും ആ 6 അടി മണ്ണേ നമുക്ക് ഉണ്ടാകുള്ളൂ. എത്ര വലിയ വീടും കൊട്ടാരുണ്ടെങ്കിലും അതൊന്നും ഖബറിലുണ്ടാവില്ല. എങ്ങനെയാണോ ആ മനുഷ്യൻ മരിച്ചത് അങ്ങനെയായിരിക്കും പരലോകത്തേക്ക് വരിക. അതുകൊണ്ടാണ് ഷഹീദ് മരിച്ചാൽ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തമുറ്റി വീഴുന്ന രൂപത്തിലാണ് പരലോകത്തേക്ക് വരിക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഏതൊരവസ്ഥ, ഒരു മോശമായ അവസ്ഥയിലാണെങ്കിൽ മോശമായ അവസ്ഥയിലായിരിക്കും പരലോകത്ത് വരിക. ഒരാൾ നമസ്കരിക്കുന്ന അവസ്ഥയിലാണ്, സുജൂദിൽ മരണപ്പെട്ട അവസ്ഥയിലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാർ അള്ളാഹുവിന്റെ മാർഗത്തിൽ. അതുകൊണ്ടാണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ല മരിക്കാൻ പാടില്ല. ഏത് സമയത്തും ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അപ്പോഴേ ഏത് സമയത്തും മരിച്ചാൽ മുസ്ലിമായി ജീവിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, മരണത്തിന് വല്ല പ്രായമുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂടെ മംഗലാപുരത്ത് പ്രവർത്തിച്ചിരുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് മുനവർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു 30 വയസ്സിൽ താഴെയാണ്. ഈ അടുത്ത് കല്യാണം കഴിച്ച തലശ്ശേരിക്കാരനാണ്. അവൻ ഒമാനിലാണ് ജോലി. കുടുംബ കല്യാണം കഴിച്ച് അവൻ ഒരു കുട്ടിയായിട്ടുള്ളൂ. രാത്രി ഉറങ്ങാൻ കിടന്നു, രാവിലെ മരിച്ചു കിടക്കാൻ. മരണത്തിന് പ്രായമൊന്നുമില്ല. അതേ സമയത്ത് 90-100 വയസ്സായ ഒരു ശ്വാസം മാത്രം ബാക്കിയുള്ള ഒരു ഉമിനീര് പോലും ഇറക്കാൻ കഴിയാതെ ഭൂമിയിൽ കഴിയുന്ന ആളുകളും ദുനിയാവിലുണ്ട്. ഒരു ആരോഗ്യ പ്രശ്നവുമില്ലാതെ. നമ്മുടെ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ നിങ്ങൾ അറിയും, അള്ളാഹു രോഗശിഫ നൽകുമാറാവട്ടെ. നല്ല ആരോഗ്യമുള്ള അവിടെ അംജദ് മദീനയുടെ ജ്യേഷ്ഠൻ, അദ്ദേഹം പെട്ടെന്ന് സ്ട്രോക്ക്, അദ്ദേഹം തലവേദനയായിട്ട് ആശുപത്രിയിൽ പോകുന്ന വഴിയാണ് സ്ട്രോക്ക് വന്നു. ഇവിടുത്തെ മസിലുകൾ ലൂസായിട്ട് ഒരു വെള്ളം പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, രോഗം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന നിൽപ്പിൽ ഞാൻ രോഗിയാകുന്ന അവസ്ഥ. ഒരു വയസ്സും കായൊന്നുമില്ല. അതുകൊണ്ട് അതേപോലെ തന്നെയാണ് മരണം. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും മുഅ്മിനായി ജീവിക്കുക എന്നുള്ളതാണ് മുഅ്മിനായി മരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. ചില ആൾക്കാർക്കൊക്കെ ധാരണ ഉണ്ടാവും, ഇപ്പം നമ്മൾ വൈബിൻ്റെ കാലാണ്, കുറച്ചൊക്കെ അടിച്ചു കുടിക്കണം, +2 അതുപോലെ തന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 50 വയസ്സൊക്കെ ആയിട്ട് പള്ളിക്കൊക്കെ പോകാം, പിന്നെ പള്ളിയോട് പള്ളി തന്നെ. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അവൻ 50 വയസ്സ് വരെ ജീവിക്കുന്ന എന്തോ ഉറപ്പാണുള്ളത്? ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഷഹബാസ് എന്ന് പറയുന്ന കുട്ടി SLC പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ്. അവൻ ഇന്നലെ അവൻ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് തലേന്ന് വരാൻ വിചാരിക്കും, നാളെ സമയത്ത് ഈ സമയത്ത് ഞാൻ ഖബറിലായിരിക്കും. മനുഷ്യന്റെ മരണം ഓരോ കാരണങ്ങളുണ്ടാകാം. അതാ ഞാൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിലുള്ള മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും അത് മാത്രമല്ല അവൻ കൊതിക്കണം, പ്രാർത്ഥിക്കണം.
വിശ്വാസികളായ ആളുകളുടെ പ്രാർത്ഥന സൂറത്ത് ആൽ ഇംറാനിൽ കാണാം. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. അല്ലാഹു നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുകൊണ്ട, ഞങ്ങളുടെ തെറ്റുകൾ നീ മറച്ചു വെക്ക്. വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളുടെ തിന്മകളൊക്കെ നീ മറച്ചു വെക്ക്. കാരണം നമ്മുടെ ജീവിതത്തിലൊക്കെ ആളുകൾ കണ്ടാൽ ദുനിയാവിലും ആഖിറത്തിലും വശലായി പോകുന്ന ഒരുപാട് തിന്മകൾ ഉണ്ടാകും. അതൊക്കെ നീ മറച്ചു വെക്കണം പടച്ചോനെ. വതവഫനാ മഅൽ അബ്റാർ, നന്മകൾ ചെയ്യുന്ന ആളുകളുടെ കൂടെ നീ ഞങ്ങളെ മരിപ്പിക്കണം. അഥവാ നല്ല മനുഷ്യന്മാരുടെ കൂടെ നീ ഞങ്ങൾ മരിപ്പിക്കണം. സൂറത്ത് അറാഫിൽ കാണാം, റബ്ബന അഫ്രിഖ് അലൈനാ സുബ്റൻ വതവഫനാ മുസ്ലിമീൻ. പടച്ചോനെ ഞങ്ങളെ മുസ്ലിമീങ്ങളായിക്കൊണ്ട് മരിപ്പിക്കണം. സൂറത്ത് യൂസുഫിൽ കാണാം, അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വൽഹഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബിയുടെ പ്രാർത്ഥനയാണ്. യൂസുഫ് നബിയെ പ്രാർത്ഥിക്കുന്നത് തവഫനി മുസ്ലിമൻ വൽഹഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. അപ്പൊ സഹോദരന്മാരെ, മരിക്കുക എന്നുള്ളത് മുസ്ലിമായിക്കൊണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ബർസഖി ജീവിതം ആരംഭിക്കാൻ. ബർസഖി ജീവിതത്തിൽ ഞാൻ പറഞ്ഞു അതോടുകൂടി എൻ്റെ ഖബർ ജീവിതം ആരംഭിക്കാം. ഒരുപക്ഷെ അവൻ മറമാടപ്പെട്ടേക്കാം, മറമാടപ്പെട്ടില്ല എന്ന് പറഞ്ഞേക്കാം. ചിലപ്പോ അവന് വല്ല കടലിലായിരിക്കും മരിക്കുക. പണ്ടൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ അവരൊക്കെ ആ കപ്പലിലാണല്ലോ പോകുക. ആഴ്ചകളോളം മാസങ്ങളോ ഉണ്ടാവും. അതിനിടയ്ക്കുള്ള ആളുകൾ മരിച്ചാൽ കഫൻ പുടവ, പണ്ടൊക്കെ ഹജ്ജിന് പോകുന്ന വയസ്സായ ആളുകൾക്കറിയാം, നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. നിറം മരിക്കാൻ പോകുന്നത് പോലെയാണ് ഹജ്ജിന് പോകുക. എല്ലാ ബാധ്യതകളും തീർത്ത് കഫൻ പുടവൊക്കെ കൊണ്ടിട്ടാണ് കപ്പലിൽ ഹജ്ജിന് കയറുക. അങ്ങനെ മരിച്ചാൽ പിന്നെ അവനെ കെട്ടിത്താഴ്ത്താണ്, കല്ല് വെച്ചിട്ട് കെട്ടിത്താഴ്ത്താണ്, കടലിലേക്ക് താഴ്ത്താണ്. അല്ലാതെ അവിടെ മറമാടാൻ കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ആഴ്ത്തിയാലും, ഇനി വിമാനം തകർന്നുകൊണ്ട് കരിഞ്ഞു പോയാലും, ഇനി വന്യജീവികൾ കൊണ്ട് തിന്നു ഭക്ഷിച്ച് അവന്റെ കഷ്ണമായി പോയാലും എല്ലാവർക്കും ഖബർ ജീവിതമുണ്ട്, ബർസഖുണ്ട്. ഇനി അവന്റെ ശരീരം മണ്ണിലേക്ക് കൊണ്ടുപോയി ആരുടെ മണ്ണിൽ വെച്ചാലും അവന് ഖബർ ജീവിതമുണ്ട്. ആ ഖബർ ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവന്റെ ജീവിതം മരണത്തോടത്തോളം. വിശ്വാസിയാണെങ്കിൽ അവന് സന്തോഷ വാർത്ത കിട്ടും, സത്യനിഷേധിയാണെങ്കിൽ അവൻ അടിയാണ് കിട്ടുക. ഒരു കാഫിർ ഇങ്ങനെ മരിച്ചു വീണ് നമ്മൾ കണ്ടാലും ഒരടി കിട്ടി നമ്മൾ കാണൂല. ചില ആളുകൾ ഒരു ഖബർ ശിക്ഷക്ക് അതിന് ഖുർആനിൽ തെളിവില്ല. ഖബർ ശിക്ഷക്ക് ഖുർആനിൽ തെളിവില്ല, അത് ഹദീസിലുള്ളൂ. ഹദീസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ആയത്തോ എദ്രിബൂന വുജൂഹും വദ്ബാറഹും, അവിടെ മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അടി കിട്ടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. മരിച്ച് ഖബർക്കൊന്നും എത്തണ്ട, മരിക്കണ സമയത്ത് തന്നെ അവിശ്വാസി ആ മനുഷ്യന് അടി കിട്ടുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. വിശ്വാസികളായ ആളുകൾക്ക് രക്ഷയുണ്ട്, അതുപോലെ തന്നെ സത്യനിഷേധികളായ ആളുകൾക്ക് അവർക്കതിൽ നിന്നുള്ള ശിക്ഷയും ഉണ്ടാകും. ഒരുപാട് തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ ഖബർ ശിക്ഷയുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഖബർ ശിക്ഷയ്ക്ക് നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. 2-3 ആയത്തുകൾ ഞാൻ പറയാം. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ഒമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻക. എന്റെ ദിക്റിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു മഈശതൻ ലൻക, അവന് കുടുസായ ജീവിതമാണുള്ളത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമാ, അന്ധനായിക്കൊണ്ടാണ് പരലോകത്തേക്ക് അവൻ പുനർജീവിപ്പിക്കപ്പെടുക. ഈ ആയത്ത് വിശദീകരിച്ച് എന്താണ് മഈശതൻ ലൻക എന്ന് പറഞ്ഞാൽ, അത് ഇടുങ്ങിയ ജീവിതം എന്ന് പറഞ്ഞാൽ ഖബറിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ജീവിതമാണ് ഇത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട അഥവാ ഷഹീദുകളായ ആളുകൾ അവർ മരിച്ചുപോയി, അല്ലെങ്കിൽ അവരൊക്കെ കൊല്ലപ്പെട്ട് നശിച്ചുപോയി എന്ന് വിചാരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. യുർസഖൂന, അവർക്ക് റിസ്ഖ് നൽകപ്പെടുന്നുണ്ട്. ഖബറിലുള്ള കാര്യം പറഞ്ഞു, പരലോകത്ത് സ്വർഗത്തിലെ കാര്യമില്ല. യുർസഖൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴും റിസ്ഖ് നൽകപ്പെടുന്നുണ്ട്. പരലോകത്ത് എത്തുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. ഇനി പ്രവാചകന്റെ ഹദീസിൽ തന്നെ വളരെ കൃത്യമായി കാണാം. പ്രവാചകൻ പറയാണ്, ഒരിക്കൽ പ്രവാചകൻ ഒരു ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. പ്രവാചകൻ, നിങ്ങൾ തശഹുദിലായി കഴിഞ്ഞാൽ നിങ്ങൾ 4 കാര്യത്തെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ശരണം ചോദിക്കണം. 1 ജഹന്നമിന്റെ ശിക്ഷ, 2 മസീഹ് ദജ്ജാലിന്റെ ശിക്ഷ, 3 അദാബുൽ ഖബറിന്റെ ശിക്ഷ, അതുപോലെ തന്നെ ജീവിതത്തിലെ മരണത്തിന്റെ പ്രയാസത്തിൽ നിന്നുള്ള ശിക്ഷ. അപ്പൊ അദാബുൽ ഖബർ ഉണ്ട്. അതെങ്ങനെയായിരിക്കും?
അത് വിശദാംശങ്ങൾ, അതിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊന്നും പ്രവാചകന്റെ ഹദീസിൽ വന്നിട്ടില്ലെങ്കിലും അവിടെ ശിക്ഷ ഉണ്ടാകും. ശിക്ഷ ഉണ്ടാകുന്നുള്ളതിന് അവിടെ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ശേഷമാണ് അവിടുത്തെ ശിക്ഷയും. ഒരു മനുഷ്യ വിശ്വാസിയാണെങ്കിൽ അവന് മരണത്തോടുകൂടി തന്റെ അനുഭൂതികൾ ആരംഭിക്കും. അതേസമയത്ത് ഖബറിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചില ചോദ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മുൻകർ നക്കീർ 2 മലക്കുകൾ വരുന്ന. ഇപ്പൊ ഹദീസ് നിഷേധികളായ ആളുകൾ ആ മലക്കിന്റെ പേരിനെയും പരിഹസിക്കാറുണ്ട്. മുൻകർ എന്ന് പറഞ്ഞാൽ തിന്മ എന്നുള്ള അർത്ഥം. ചേകനൂരിന്റെ പുസ്തകത്തിലുണ്ട്. യഅ്മുറുന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ എന്നാണല്ലോ. മുൻകർ എന്ന് പറഞ്ഞാൽ തിന്മ എന്നല്ല അർത്ഥം. അപ്പൊ ഒരു മലക്കിന്റെ പേരിനെ മുൻകർ എന്നല്ലേ, അപ്പൊ തിന്മ എന്നല്ലേ, അതന്നെ പൊട്ടത്തരല്ലേ എന്ന് കേൾക്കുന്നു വിചാരിക്കും. ആ ശരി തന്നെയാണടാ, മുൻകർ എന്ന് പറഞ്ഞാൽ തിന്മ എന്നാണല്ലോ. മുൻകർ എന്ന് പറഞ്ഞാൽ തിന്മ എന്ന് മാത്രമല്ല അർത്ഥം. വിശുദ്ധ ഖുർആൻ തന്നെ കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ മലക്കുകൾ വരികയാണ്. മലക്കൾ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് മലക്കളെ പരിചയമില്ല. ഖൗമുൻ മുൻകറൂൻ, നിങ്ങളൊരു മോശപ്പെട്ട ആൾക്കാരെന്ന് എന്റെ അർത്ഥം. ഖൗമുൻ മുൻകറൂൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഇത് പറഞ്ഞാൽ അപരിചിതരാണല്ലോ നിങ്ങൾ, പരിചയക്കാരല്ലോ, പരിചയമല്ലല്ലോ. മുൻകർ എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്തവർ, അപരിചിതർ എന്നാ അതിന്റെ അർത്ഥം. നിക്കർ എന്ന് പറഞ്ഞാൽ അതന്നെ. അപ്പൊ അപരിചിതരായ മലക്കുകളാണ്, പരിചയമല്ലല്ലോ. വിശ്വാസികളായ ആളുകൾ ഞാൻ പറഞ്ഞു മലക്കുകളുമായിട്ട് സംസാരിക്കണ അവസ്ഥയല്ല, അതൊക്കെ പിന്നെ ഖബറിലുണ്ടാകുക. അതുകൊണ്ടാണ് ആ മുൻകറിന്റെയും നക്കീറിന്റെയും ചോദ്യം ഉണ്ടാകും. ആ ചോദ്യത്തിന്റെ മുമ്പ് അവന്റെ ശരീരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റൂഹിനെ തിരിച്ചു കൊടുക്കും. ആ റൂഹോടുകൂടിയുള്ള ജസദിനെയാണ് അള്ളാഹുവിന്റെ മലക്കൾ ചോദ്യം ചെയ്യുക. എന്നിട്ട് ഫയുജിലിസാനിഹി, അവനെ മലക്കൾ പിടിച്ചിരുത്തുന്ന. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ മണ്ണിലാണ് മറമാടപ്പെട്ടതെങ്കിലും ഇനി അതല്ല ഏത് അവസ്ഥയിലും മറമാടപ്പെട്ടാലും ഇതൊക്കെ ഉണ്ടാവും. കാരണം നമുക്കത് അനുഭവിക്കാൻ കഴിയില്ല. ഒരു 2 ഖബർ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. 2 ഖബർ നമ്മൾ എടുത്തു പരിശോധിച്ച് ഒരു മനുഷ്യൻ ഫാസിഖായ മനുഷ്യനാണ്, മറ്റേ മനുഷ്യൻ മുസ്ലിമായ മനുഷ്യനാണെങ്കിലും ഏത് കാലഘട്ടത്തിൽ തുറന്നാലും ഇനി അടക്കാതെ വെച്ചാലും നമുക്ക് ആ മയ്യത്ത് ഇങ്ങനെ കാണാമെന്നല്ലാതെ. പക്ഷെ അതിൽ ഒരു മനുഷ്യൻ ചിലപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ കണ്ടാസ്വദിച്ച് കിടക്കായിരിക്കും, പക്ഷെ നമുക്കൊന്നും കാണൂല. മറ്റേ മനുഷ്യൻ നരകത്തിന്റെ അനുഭൂതികൾ പ്രയാസപ്പെട്ട് കിടക്കായിരിക്കും, പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബർസഖ് എന്ന് പറയുന്ന ലോകം തന്നെ നമുക്കൊരു മറയാണ്. അതിനപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വഹയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ വഹയിൽ വന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കാം. അത് ശരീരത്തിനും ജസദിനും അഥവാ ശരീരത്തിനും ആത്മാവിനുമുള്ളതാണ് ഖബർ ശിക്ഷ. ചില കാര്യം അത് ജസദിനില്ല, ആത്മാവിന് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, ആത്മാവിനുമുണ്ട് ശരീരത്തിനുമുണ്ട്. ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാണ്, മദ്ഹബു സലഫിൽ ഉമ്മത്തി വഇമ്മത്തിഹാ അന്നൽ മയ്യിത്ത് ഇദാ മാത യകൂനു ഫീ നഈമിൻ ഔ അദാബിൻ വഅന്ന ദാലിക യഹ്സുലു ലിറൂഹിഹി വബദനിഹി. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിനുണ്ടാകും, അതുപോലെ തന്നെ അവന്റെ ആത്മാവിനും ശിക്ഷ ഉണ്ടാകും. ആ മലക്കളുടെ ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കൾ ചോദ്യം ചെയ്യും. വിശ്വാസികളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബറാഅ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ഹദീസിൽ വളരെ വിശദമായി റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് മലക്കൾ ചോദിക്കുക. ഒന്ന്, നിന്റെ റബ്ബാരാണ്. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്. അതിന്റെ ഉപചോദ്യമുണ്ട്. ബിമ അറഫ്ത റബ്ബക്, നിന്റെ റബ്ബിനെ നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. നിന്റെ റബ്ബാരാണ്, പടച്ചവനാണ്, നീ എങ്ങനെ മനസ്സിലാക്കി? നിന്റെ ബാപ്പ പറഞ്ഞ്, അത് ഉത്തരല്ല. ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ച്, അത് ഉത്തരല്ല. എന്റെ റബ്ബിനെ ഞാൻ ദലീലുകളോടുകൂടി പ്രമാണത്തോടുകൂടി ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഉസൂലു സലാസ എന്ന് പറയുന്ന കിതാബ് എഴുതിയത്. ഖബറിൽ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ, അതാണ് ഉസൂലു സലാസ. ഒന്ന്, നിന്റെ റബ്ബ്, നിന്റെ ദീന്, നിന്റെ പ്രവാചകനാര്. ഈ 3 കാര്യങ്ങളും തെളിവോടുകൂടി പഠിക്കണം. നിന്റെ പടച്ചോനാരാ? അള്ളാണ്. ആരാ പറഞ്ഞത്? നിന്റെ വാപ്പ പറഞ്ഞ്. വാപ്പ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകുക. പക്ഷെ വാപ്പ പറഞ്ഞ് പഠിച്ച് പിന്നെ ദലീല് അതിന്റെ തെളിവുകൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണ്ടാ വെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു കാഫറിന്റെ മുൽഹിദിന്റെ പ്രസംഗം കേട്ടാൽ ഓൻ അപ്പുറത്ത് കാണിച്ചാടും. എത്ര മുസ്ലിമീങ്ങളുണ്ട്, നാമധാരികളായ മുസ്ലിമീങ്ങൾ ഈ മുൽഹിദീങ്ങളായി പോയി. അതല്ലെങ്കിൽ പിന്നെ ഇൽഹാദിന്റെ ഈ പിന്നെ യുക്തിവാദികളായി പോയ മുസ്ലിങ്ങൾ എത്ര ഉണ്ട്? നമ്മുടെ നാട്ടിലുണ്ടല്ലോ.
ഓനൊക്കെ എന്തുകൊണ്ട് പടച്ചോണ്ടെന്ന് കേട്ടു പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ തെളിവ് പഠിച്ചിട്ടുണ്ടാവില്ല. നിന്റെ ദീൻ ഏതാണ്, ഇസ്ലാം എന്താണ്, ഇസ്ലാം അള്ളാഹിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ദലീൽ എന്താ, തെളിവെന്താണ് പഠിക്കണം. ഈ 3 കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം സഹോദരന്മാരെ. നമ്മൾ ദുനിയാവ് ഒരു കച്ചവടം തുടങ്ങുകയാണ്. ഇപ്പം ഞാൻ മലപ്പുറത്തങ്ങാടിയിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ്സിന്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ടല്ലേ ഞാനിവിടെ തുടങ്ങുള്ളൂ. അപ്പോഴല്ലേ ഞാൻ ബുദ്ധിമാൻ, ഞാൻ കച്ചവടക്കാരനാകുള്ളൂ. അതല്ലാതെ തലയില്ല, മേപ്പോട്ടില്ല, പിക്കപ്പോട്ടില്ല, പൈസ ഇറക്കി ലക്ഷക്കണക്കിന് ഇറക്കി പിന്നെ ഇങ്ങനെ തൊള്ളയും കാട്ടി കുത്തിരുന്ന ഓനെന്ത് കച്ചവടക്കാരനാണ്? ഓനാ ബിസിനസിന്റെ എല്ലാ വശങ്ങളും പഠിച്ച് ഇതിവിടെ ആപ്റ്റാവോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കി അതിന്റെ സാഹചര്യങ്ങളൊക്കെ നോക്കി ഇതേ കച്ചവടക്കാർ അടുത്തുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കച്ചവടം തുടങ്ങുള്ളൂ. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാണ്ട്. പക്ഷെ ബർസഖിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹിനെ പറ്റി ചോദ്യമുണ്ട്, റസൂലുള്ളാഹിനെ പറ്റി ചോദ്യമുണ്ട്, ദീനിനെ പറ്റി ചോദ്യമുണ്ട്. ഈ 3 ചോദ്യങ്ങൾക്ക് നമുക്ക് ഇവിടുന്ന് നമുക്ക് എഴുതിയിട്ട് നമ്മൾ ചില ആൾക്കാർ കോപ്പി അടിച്ച് കൊടുക്കുന്ന മോഡല് ഇതാ ഖാജ അൽ മലായിക്കത്തു യഖൂലും ഇദാ സഅലക മലക്കുൻ, മലക്ക് നിന്നോട് ചോദിച്ചാൽ മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ നീ പറഞ്ഞു അല്ലാഹു ആണ് എൻ്റെ റബ്ബ് എന്ന് ഇവിടുന്ന് ട്യൂഷൻ എടുത്തിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. അതുകൊണ്ട് അത് നമ്മൾ സ്വന്തം പഠിച്ച് സ്വന്തം പറയണം. ആ ഏർപ്പാടിൻ്റെ ഇസ്ലാമില്ല, തൽഖീൻ എന്ന് പറഞ്ഞ ഏർപ്പാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ 7 മക്കളിൽ 6 മക്കളും റസൂലുള്ളാഹിന്റെ മരിച്ചിട്ടുണ്ട്. റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ 7 മക്കളിൽ 6 മക്കൾ മരിച്ചു. 2 ഭാര്യമാർ റസൂലുള്ളാഹിന്റെ മരിച്ചു. 100 കണക്കിന് സഹാബത്ത് മരിച്ചു. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മറമാടിയപ്പോൾ തൽഖീൻ നടത്തിയിട്ടില്ല, തസ്ബീത്ത് നടത്തിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു ഇതാ നിങ്ങൾ ഖബർ മറമാടിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കണം, എന്നിട്ട് സലൂലഹു തസ്ബീത്ത്, നിങ്ങൾ അദ്ദേഹത്തിന് തസ്ബീത്ത് ചോദിക്കണം. ഫഇന്നഹുൽ ആന യുസ്അൽ, ഇപ്പോൾ അവൻ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടതാണ് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹു മലക്കുകൾ ചോദിക്കുമ്പോൾ ആ മനുഷ്യനെ നീ ഉറപ്പിച്ചു നിർത്തണേന്ന് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അത് ഖബറിൽ ചോദ്യമുണ്ട്. ആ ചോദ്യം 3 ചോദ്യങ്ങളായിരിക്കും. ആ ചോദ്യങ്ങൾ വിശ്വാസികളാണെങ്കിൽ അവൻ പെട്ടെന്ന് ഉത്തരം പറയും. കാഫിറും മുനാഫിക്കുമാണെങ്കിൽ അവൻ ഹാ ഹാ എന്നേ പറയുള്ളൂ. അള്ളാഹിന്റെ റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം. നീ എങ്ങനെയാണ് റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയത്? ജനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. ആ മലക്കൾ റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, അവന്റെ ഈ ചെവിയുടെയും മുതുകിന്റെയും ഇടയിൽ ഇവിടെ മലക്കൾ അടിക്കുന്നു, ഈ ഭാഗത്ത്. അതിലൊരടി പ്രവാചകൻ പറയും, ആ അടിങ്ങാൻ ഒരു മലയുടെ മുകളിലാണ് കൊണ്ടതെങ്കിൽ ആ മല പൊടിഞ്ഞു പോകാൻ ശക്തിയുള്ളതാണ് അള്ളാഹുവിന്റെ മലക്കൾ അടിക്കുന്നത്. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്രയും ശക്തമായി ആ മലക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് മുഴുവൻ ആളുകളും കേൾക്കും ആ മനുഷ്യന്റെ അട്ടഹാസം. അവൻ ഖബറിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അട്ടഹസിക്കുന്ന രംഗം ചില ഹദീസിൽ കാണാം. വിശ്വാസിയാണെങ്കിൽ വേഗം കൊണ്ടുപോകാൻ വേണ്ടി പറയും, സത്യനിഷേധിയാണെങ്കിൽ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകണമെന്ന് പറയും. ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി അവിടെ സൂചിപ്പിക്കാൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മറമാടുന്ന റസൂലുള്ളാഹിന്റെ സുന്നത്ത്. അത് നമ്മൾ 2-3 ദിവസമൊക്കെ ഇങ്ങനെ വൈകിപ്പിച്ച്, അതൊരിക്കലും റസൂലുള്ളാഹിന്റെ സുന്നത്തല്ല. പെട്ടെന്ന് മറമാണ്. കാരണം വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ അവനെ വേഗം റഹ്മത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. വിശ്വാസി അല്ലെങ്കിൽ ആ ഭാരം നിങ്ങൾ, ആ തിന്മ നിങ്ങൾ വേഗം മുതുകിൽ നിന്ന് ഇറക്കി വെക്കണം. അതുകൊണ്ട് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മരിച്ച് മണിക്കൂറുകൾക്ക് അദ്ദേഹത്തിന് ഖബറടക്കം നടന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ പോലൊന്നും ഈ സോഷ്യൽ മീഡിയകൾ അതുപോലെ തന്നെ മീഡിയകളൊന്നും സജീവമല്ലാത്ത കാലത്താണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത ലോകം അറിഞ്ഞപ്പോഴേക്കൊക്കെ അദ്ദേഹത്തിന്റെ മറമാടൽ കഴിഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വസിയത്തായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് ചിലപ്പോൾ മയ്യത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ അങ്ങനെ ആൾക്കാർ മൂത്രയിക്കാൻ പോയിണ്ടാവും, ചില അങ്ങോട്ട് പോയിണ്ടാവും. എന്ന് പറഞ്ഞാൽ മയ്യത്തിനോടൊരു അനാദരം, അത് വേഗത്തിൽ മറമാടണം. അതാണ് ആ മയ്യത്തിനോട് കാണിക്കുന്ന ആദരവ്. കാരണം അള്ളാഹുവിന്റെ ഒരു സൽക്കാരത്തിലേക്കാണ് ആ മയ്യത്ത് പോകുന്നത്. വിശ്വാസിയാണെങ്കിൽ ആ സൽക്കാരത്തിലേക്കൊന്ന് വേഗത്തിൽ എത്തിച്ചു കൊടുക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. ഇനി ഒരു മനുഷ്യൻ ഗൾഫിലൊക്കെ മരിച്ചു നോക്കിക്കൂടി, സൗദി അറേബ്യയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ മയ്യത്ത് കൊണ്ടുവരേണ്ട ആളുകൾ. എന്തിനാണ് സഹോദരന്മാർ ആ പരിശുദ്ധമായ മണ്ണിൽ നിന്നൊക്കെ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? നമുക്ക് കാണാൻ കഴിയില്ല എന്നല്ലേ ഉള്ളൂ. മയ്യത്ത് കാണില്ലെന്നല്ല, ആ മയ്യത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ആ മയ്യത്തിന് അതിന്റെ എംബാം ചെയ്ത് അതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് മയ്യത്ത് വേഗത്തിൽ മറമാട്. അത് റസൂൽ പറഞ്ഞ ബർസഖിലേക്ക്, അവന്റെ ഖബറിലേക്ക് അവന് വേഗത്തിൽ എത്തിച്ചു കൊടുക്കുക. നമ്മൾ സാന്ദർഭികം ഞാൻ സൂചിപ്പിച്ചു മാത്രം. അതുപോലെ തന്നെ ഖബറിൽ ഒരു മനുഷ്യന് ശിക്ഷ ഉണ്ടാവും. ആ ശിക്ഷ എന്തുകൊണ്ടാണ് അള്ളാഹു മറച്ചു വെച്ചത്? 2 കാര്യമാണ്. ഒന്ന്, പുറത്തേക്ക് കാണൂല,
കാരണം പുറത്തേക്ക് ഇത് അള്ളാഹുവിന്റെ ഒരു ഗൈബിയായ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന് റസൂൽ പറഞ്ഞാൽ വിശ്വസിക്കുണ്ടോ നോക്കണം. ഒന്ന് കേട്ടാലില്ലെങ്കിലും അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു വിശ്വസിക്കുണ്ടോ നോക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ ശിക്ഷ മനുഷ്യന്മാരെ കേൾപ്പിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ അള്ളാഹുവിന്റെ സുന്നത്ത് അതല്ല. ഇപ്പൊ മലക്കുണ്ട്, നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നമ്മളാരും ജിബ്രീലിനെ കണ്ടിട്ടുണ്ടോ? ഇടത്തും വലത്തും യമീനും വശിമാൽ മലക്കുകളുണ്ട്. നമ്മളാരും തപ്പിയൊക്കെ കാണുന്നുണ്ടോ? സ്കാൻ ചെയ്ത് കാണുന്നുണ്ടോ? അക്ഷരം എടുത്ത് നോക്കിയാൽ കാണുന്നു? കാണൂല. കണ്ടാ പിന്നെ ഈമാൻ കാര്യത്തിൽ പെടൂലല്ലോ. ഇപ്പൊ ഞങ്ങളോട് ഇരിക്കേണ്ടത് നിങ്ങൾക്ക് വിശ്വസിക്കേണ്ട ആവശ്യം, എനിക്ക് കാണുന്ന കാര്യമല്ലേ. പക്ഷെ അള്ളാഹുവിൽ എനിക്ക് വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. മലക്കിൽ വിശ്വസിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ ഖബർ ശിക്ഷയിൽ അവൻ ഈമാൻ ഉണ്ടോ അല്ലെന്ന് അള്ളാഹ് പരിശോധിക്കാണ്. അതിന് വേണ്ടിയിട്ട് മറച്ചു വെച്ചു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അള്ളാഹിന്റെ കാരുണ്യം കൊണ്ടാണ്. കാരണം മനുഷ്യന്മാർക്ക് ആ ഖബർ ശിക്ഷങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ, പ്രവാചകൻ പറഞ്ഞു ലൗലാ അൻ ലാ തുദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഉകും മിൻ അദാബിൽ ഖബർ അല്ലദി അസ്മഉ മിൻഹു. റസൂൽ പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ ഒരു മനുഷ്യന്റെ ഖബറിന്റെ ശിക്ഷയിൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ തടസ്സമെന്താണ്? അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ആ അദാബുൽ ഖബർ നിങ്ങൾ കേട്ടാൽ ഒരു മനുഷ്യന്റെയും മയ്യത്ത് പിന്നെ നിങ്ങൾ മറമാടൂല, ഖബർസ്ഥാനക്ക് നിങ്ങൾ പോകൂല. അത്രയും ഭീകരമായിരിക്കും ആ രംഗം. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചാൽ നിങ്ങൾ മറമാടുന്ന സമ്പ്രദായം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. മനുഷ്യരും ജിന്നുകളുമല്ലാത്ത എല്ലാ ജീവജാലങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവജാലങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. മനുഷ്യനും ജിന്നുകൾക്കും അത് കേൾക്കാൻ കഴിയുകയില്ല. കാരണം അത് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മനുഷ്യന്മാര് മയ്യത്ത് അവിടെ പാഞ്ഞു പോകുന്ന റസൂൽ പറഞ്ഞത്. അവനെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കാൻ കഴിയില്ല. പക്ഷെ ഇത് പറ്റുമോ? ഒരു മുസ്ലിമിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കേണ്ടത് മയ്യത്തിന്റെ ആദരവിന്റെ ഭാഗമല്ലേ. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം. ഇനി ഈ ഖബർ ശിക്ഷ ദുനിയാവിലൊരു മനുഷ്യൻ ചെയ്ത ഏത് തിന്മകൾക്കും അവന് ഖബർ ശിക്ഷ ഉണ്ടാകാം. അത് വിശ്വാസിയാണെങ്കിലും ഉണ്ടാവട്ടെ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വിശ്വാസിയാണെങ്കിലും ചിലപ്പോൾ ചില ഖബറുകൾ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, വെറും 6 വർഷക്കാലം മാത്രമാണ് അദ്ദേഹം മുസ്ലിമായി ജീവിച്ചത്. അദ്ദേഹത്തിന് 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം മുസ്ലിമായി, 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. സഅദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ റൂഹിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശ്വാസിയുടെ റൂഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. അപ്പൊ സഅദ് റളിയല്ലാഹുവിന്റെ റൂഹ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വരുന്നതിന്റെ ആ സന്തോഷം, ആ റൂഹിനെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ അർശ് പോലും അത് സ്വീകരിക്കാൻ വേണ്ടി കിടുങ്ങിപ്പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹുവിന്റെ ആ റൂഹ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കയറി വരുന്ന സന്തോഷം കൊണ്ട് അള്ളാഹുവിന്റെ അർശ് പോലും ആ സഅദ് റളിയല്ലാഹുവിന്റെ റൂഹിനെ സ്വീകരിക്കാൻ വേണ്ടി കുലുങ്ങിപ്പോയി എന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ. ആ സഅദ് റളിയല്ലാഹു അൻഹു നല്ല തടിച്ച ആളായിരുന്നു, കുറച്ചൊക്കെ തടിയുള്ള. പക്ഷെ അദ്ദേഹം ജനാസ കൊണ്ടുപോയപ്പം വളരെ സോഫ്റ്റാണ്. സാധാരണ മരിച്ചാൽ ആളുകൾ കനം കൂടുക ചെയ്യുക, കാരണം അവന്റെ ശരീരത്തിന്റെ എല്ലാ ബാലൻസിങ്ങും പോകുമല്ലോ. പക്ഷെ സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭാരം വളരെ കുറവാണ്. ചില കപടവിശ്വാസികൾ പറഞ്ഞു സഅദ് റളിയല്ലാഹുവിന്റെ മരണം മോശപ്പെട്ട മരണമാണ്, അദ്ദേഹത്തിന് തീരെ ഭാരമില്ലല്ലോ. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സഅദ് റളിയല്ലാഹുവിന് എന്തുകൊണ്ടാ ഭാരം കുറഞ്ഞു നിങ്ങൾക്കറിയോ? ആ സഅദ് റളിയല്ലാഹുവിന്റെ ജനാസയെ പിന്തുടരാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ ജനാസയുടെ കട്ടിൽ വഹിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങിയതായി കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. 70,000 മലക്കുകൾ ആ സഅദ് റളിയല്ലാഹുവിന്റെ ജനാസ സ്വീകരിക്കാനും ആ ജനാസ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാനും വേണ്ടി അള്ളാഹുവിന്റെ 70,000 മലക്കുകൾ വന്നിട്ടുണ്ട്. ആ സഅദ് റളിയല്ലാഹുവിനെ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് ഖബറിലേക്ക് ഇറക്കിയത്. അപ്പൊ സഹാബത്തിന് പറയാൻ, അലാ ഇന്നൽ ഖബ്രി ലഅതൻ, ഏത് മനുഷ്യരാണെങ്കിലും ഖബറിന് ഒരു ഇടുക്കലുണ്ട്, കുടുസാക്കലുണ്ട്. ലോ നജാ മിൻഹാ അഹദുൻ, അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ലനജാ സഅദുൻ, സഅദ് റളിയല്ലാഹു അൻഹു അതിൽ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ സഅദ് റളിയല്ലാഹു രക്ഷപ്പെട്ടിട്ടില്ല. സഅദ് റളിയല്ലാഹുവിനെയും ഖബർ ഒന്ന് ഇടുക്കി എന്നിട്ട് വിശാലമാക്കി കൊടുത്തു. ഇത് വിശ്വാസികൾക്കുണ്ടാകും.
ഇനി ഇതേപോലെ തന്നെ അതിനുശേഷം വിചാരണ ഖബറിലെ ചോദ്യങ്ങൾക്ക് ശേഷവും ഖബറിൽ ശിക്ഷകളുണ്ടാവും. 2 തരം ശിക്ഷകളുണ്ട് ഖബറിൽ. ഒന്ന്, നിരന്തരം ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ശിക്ഷകളുണ്ടാവും. അത് കാഫറിനും മുനാഫിക്കിനൊക്കെയുള്ള ശിക്ഷയാണ്. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്, ദുനിയാവിൽ ചെയ്ത ചില തിന്മകളുണ്ട്. ആ തിന്മകൾക്ക് പാകത്തിലുള്ള ചില ശിക്ഷകൾ ഖബറിലുണ്ടാവും. അത് ഒരുപക്ഷെ നിരന്തരമായി നിൽക്കുന്നുണ്ടാവും, മുറിഞ്ഞു പോകുന്നുണ്ടാകാം. ഖബർ ശിക്ഷ കിട്ടുന്ന ചില തിന്മകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിലൊന്ന് ശിർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് കാഫറായ മനുഷ്യനാണെങ്കിൽ അവൻ നിരന്തരം നരകത്തിന്റെ ശിക്ഷകളും അതുപോലെ നരകത്തിന്റെ പ്രയാസങ്ങളൊക്കെ കണ്ടുകൊണ്ടായിരിക്കും അവനെ കിടക്കുക. അതുകൊണ്ടാണ് ഫിർഔനെ സംബന്ധിച്ചിടത്തോളം അന്നാറു യുഅർളൂന അലൈഹിം, അവരുടെ പിന്നെ നരകം അവർക്ക് മേൽ രാവിലെയും വൈകുന്നേരം പ്രതീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കുഫർ മറ്റൊരു തിന്മയാണ്. കുഫർ കൊണ്ടും ശിക്ഷ ഉണ്ടാവും. ഞാൻ അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് നമസ്കാരത്തിന്റെ വിഷയം, നമസ്കാരത്തിലെ അശ്രദ്ധ ഖബറിൽ ശിക്ഷ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഒരു മനുഷ്യനെ പ്രവാചകൻ പറയാൻ, മിഅ്റാജിന്റെ രാത്രിയിൽ വളരെ മോശമായ ശിക്ഷ അനുഭവിക്കുന്നത് ഞാൻ കണ്ടു. ആ മനുഷ്യന്റെ തല കല്ലുകൾ കൊണ്ട് അടിച്ച് മലക്കുകൾ പൊട്ടിക്കുന്നു, വീണ്ടും അതൊരു പഴയ രൂപത്തിലാകുന്നു, വീണ്ടും പൊട്ടിക്കുന്നു. ഈ മോശമായ അവസ്ഥ ഞാൻ കണ്ടപ്പോൾ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമോട് ചോദിച്ചു, എന്താണ് ഈ മനുഷ്യന് ശിക്ഷ കിട്ടാനുള്ള കാരണം? അപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ പറയാൻ, ഫഇന്ന റജുല യഅഖുദുൽ ഖുർആൻ, അവൻ ഖുർആനൊക്കെ പഠിച്ച ആളാണ്, നല്ല ഹാഫിദാണ്, നല്ല ഖാരിയാണ്, നല്ല ഇമാമൊക്കെ നിൽക്കും, ഒക്കെ ഉഷാറാണ്. പക്ഷേ വയനാമു മിനസ് സ്വലാത്തിൽ മക്തൂബ, അവൻ പള്ളിക്ക് പോകൂല. ഓൻ ഫർദ് നിസ്കാരത്തിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോകില്ല. സഹോദരന്മാരെ, ശരിക്ക് ശ്രദ്ധിച്ചോളൂ. ഇത് ഞാൻ നിങ്ങൾക്ക് ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. നമ്മൾ സലഫിയാണ്, അതുപോലെ തന്നെ മുജാഹിദാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നമസ്കാരത്തിന് പള്ളിയിൽ പോകാതിരുന്നാൽ ഖബർ ശിക്ഷ ഉണ്ടാവും. ആ മനുഷ്യൻ വയനാമു മിനസ് സ്വലാത്തിൽ മക്തൂബ, ഫർദ് നമസ്കാരങ്ങളിൽ നിന്ന് ഉറങ്ങിപ്പോയ മനുഷ്യനാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഉറങ്ങിപ്പോണതിനെ പറ്റിയല്ല, സ്ഥിരമായി കടന്നുറങ്ങുക. സുബൈക്ക് പള്ളി കാണൂല. ഇപ്പൊ റമദാൻ മാസമൊക്കെ ആകുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് പള്ളി ഉണ്ടാവും. അങ്ങനെയല്ല, റംസാൻ മാത്രമല്ല സുബൈയുള്ള, റംസാൻ മാത്രമല്ല ആകെ തറാവിസ്കാരം നോമ്പ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളൊക്കെ റംസാൻ ഇല്ലാത്ത കാലത്തുണ്ട്. സുബൈസ്കാരം അഫ്ളലു സ്വലാത്ത്, നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ളലായ നിസ്കാരം സ്വലാത്തുൽ ഫജ്രി മഅൽ ജമാഅത്ത് ഫി യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിന്റെ അന്ന്, ജുമുഅയുടെ അന്ന് രാവിലെ ജമാഅത്തായി നിസ്കരിക്കുക സുബഹി. അതാണ് അഫ്ളലു സ്വലാത്ത്, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം. അതാണ് അതിനപ്പുറത്തുള്ള നിസ്കാരം. പക്ഷെ എത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്? അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു അലംഭാവവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ജമാഅത്ത് നിസ്കാരം, പുരുഷന്മാരാണെങ്കിൽ അവർ ജമാഅത്തായിക്കൊണ്ട് പള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിക്കണം. അതിന് ഉദറുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രോഗം, അതല്ലെങ്കിൽ യാത്ര, അതല്ലെങ്കിൽ അത്രയും പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത, പടച്ചോന്റെ മുമ്പിൽ ബോധിപ്പിച്ചാൽ നമുക്ക് പിടിച്ചും കഴിയുന്നത്, അത്ര എനിക്ക് പറയാൻ വയ്യോ. അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഉദറ്, ആൾക്കാരോട് നമുക്ക് എന്തും പറയാം. പടച്ചോന്റെ മുമ്പ് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഉദറുണ്ടെങ്കിൽ ജമാഅത്തിന് പോകാൻ പാടുള്ളൂ. എത്ര ഹദീസുകൾ വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത്, വിശ്വാസികൾ ഇന്ന സ്വലാത്ത കാനത്ത് അൽ മുഅ്മിനീന കിതാബുൻ മൗഖൂത, നിസ്കാരം സമയബന്ധിതമായ ഇബാദത്താണ്. ഫവൈലുൽ മുസല്ലീൻ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ ആ നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണ് എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ അറിയോ? മാ കാനു യദ്ഊനഹാ ബിൽ കുല്ലിയ, അവർ നമസ്കാരം പാടെ ഉപേക്ഷിക്കുന്നവരല്ല. വലാകിന്നഹും യുഅഖിറൂനഹാ അൻ ഔഖാതിഹാ, അവർ അതിന്റെ അവ്വല് വക്തിൽ സമയത്ത് നിസ്കരിക്കൂല. നമ്മൾ സാറെ തോന്നുമുസല്ലി എന്നറിയില്ലേ? ആ തോന്നുമുസല്ലിക്ക് ഖബർ ശിക്ഷ ഉണ്ട്. ഇതാണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. ആണുങ്ങൾ പക്ഷേ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോയി ജമാഅത്ത് നിസ്കരിക്കുക. നമ്മൾ പെണ്ണുങ്ങൾ എപ്പോഴും നിസ്കരിക്കല് അസറിന്റെ മൂട്ടിൽ നിസ്കരിക്കും. എല്ലാ ദിവസവും ഏതെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ഓക്കെ, എല്ലാ ദിവസവും അസർ ദുഹൂർ ബന്ധിക്കുക, മഗ്രിബ് ബന്ധിക്കുക, അതിൽ ഏർപ്പാടാക്കാൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാപമുണ്ടെന്ന് പറഞ്ഞ ആളുകളുടെ വീട്ടിൽ വെച്ച് നിസ്കാരം. റസൂലുള്ളാഹി പറഞ്ഞു, മൻ സമിഅ അൻ-നിദാഅ ഫലം യുജിബ് ഫലാ സ്വലാത്ത ലഹു ഇല്ലാ മിനൽ ഉദ്രി, ഒരാൾ ബാങ്ക് കേൾക്കുന്നുണ്ട്,
എങ്കിൽ അവന് നമസ്കാരം തന്നെ ഇല്ല ഉദറില്ലാതെ. ഉദർ എന്ന് പറഞ്ഞാൽ എന്താ? രോഗം, അതുപോലെ തന്നെ ഭയം, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ സഹോദരന്മാരെ, നമസ്കാരത്തിൽ ഒരിക്കലും അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ആവശ്യം കൂടുതൽ സംസാരിക്കണില്ല. അതിന്റെ രൂപപ്രവാചകം യൂസുൽ ഹജരി, ആ മനുഷ്യന്റെ തല കല്ലുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചമ്മന്തിയാക്കാറില്ലേ, തല കൊണ്ട് ചമ്മന്തിയാക്കും. എന്നിട്ട് വീണ്ടും അവനെ പൂർവ്വസ്ഥയിലേക്ക് മുടക്കും, വീണ്ടും അത് ആവർത്തിക്കും. ഇതാണ് ഖബറിലെ മനുഷ്യന് കിട്ടുന്ന ശിക്ഷ. രണ്ടാമത് വ്യഭിചാരമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ്യഭിചാരം എന്ന സമൂഹത്തിൽ വളരെ വ്യാപകമാണ്. അതൊരു തിന്മയല്ലാതിരിക്കാൻ, ഒരാണും ഒരു പെണ്ണും ഒറ്റക്ക് ബൈക്കിൽ ഇറങ്ങുമ്പം അതൊക്കെ ഇപ്പം എന്താ, അതൊക്കെ ഇപ്പം എല്ലാവർക്കും ഉള്ളതല്ലേ? നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഇപ്പം 5 ആളെ കൊന്ന വാപ്പാന്റെ പ്രതികരണം നിങ്ങൾ കണ്ടല്ലോ. ഒരു അന്യ സ്ത്രീയുമായിക്കൊണ്ട് അവൻ കറങ്ങുന്നുണ്ടെന്ന് കണ്ടപ്പോൾ എന്താ വാപ്പ പ്രതികരിച്ചത്? അതൊക്കെ ഇപ്പം എല്ലാവർക്കും ഉള്ളതല്ലേ, അതൊന്നും ഇപ്പം അത്ര വലിയ കാര്യമൊക്കെ ഉണ്ടല്ലോ. ഇപ്പം എന്തായി? വ്യഭിചാരം ഏറ്റവും വലിയ തിന്മ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 2 കാര്യങ്ങളെ തൊട്ടാണ് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞു. അടുക്കരുത് എന്ന് പറഞ്ഞു. 2 കാര്യത്തെ പറ്റിയാണ് നിങ്ങൾ അടുക്കരുത് എന്നുള്ള പറഞ്ഞു. ഒന്ന് വ്യഭിചാരമാണ്, മറ്റൊന്ന് സമ്പത്താണ്, യതീമിന്റെ. വലാ തഖറബൂ മാലൽ യതീം, നിങ്ങൾ യതീമിന്റെ സമ്പത്തിനെക്കുള്ള അടുക്കാൻ പാടുള്ളതല്ല. കാരണം എന്താ? സമ്പത്താണ്, അടുത്താൽ പെട്ടു. അതേപോലെ തന്നെയാണ് നിങ്ങൾ വ്യഭിചരിക്കരുതല്ല, വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞു. അടുത്താൽ പെട്ടുപോകും. എത്ര വലിയ മുത്തഖയാണെങ്കിലും പെട്ടുപോകും. അതുകൊണ്ടാണ് സൂറത്ത് യൂസുഫ് വിശദീകരിച്ചപ്പോൾ മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യൂസുഫ് അറിയാലോ. യൂസുഫ് നബി എത്ര പ്രയാസപ്പെട്ടു, സ്വന്തം ബാപ്പയിൽ നിന്ന് വേർപെട്ടു, പൊട്ടക്കിണറ്റിൽ വീണു, പിന്നെ അവിടുന്ന് കാരാഗ്രഹത്തിലകപ്പെട്ടു. എത്രയോ പ്രയാസങ്ങൾ യൂസുഫ് നബിക്കുണ്ടായി. അവിടെ യൂസുഫ് നബി ക്ഷമിച്ചു. പക്ഷേ യൂസുഫ് നബിയുടെ ക്ഷമയിൽ ഏറ്റവും വലിയ ക്ഷമ ഏതാ അറിയും? ഏറ്റവും വലിയ ക്ഷമ ആ പെണ്ണ് വാതിലടച്ചല്ലോ. ആ കൊട്ടാരത്തിന്റെ എല്ലാ വാതിലുകളും അടച്ച് ഒരു പെണ്ണ് അവരുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഒരു പുരുഷനെ സമീപിക്കുക. സാധാരണ പുരുഷന്മാരാണ് അങ്ങോട്ട് താല്പര്യം കാണിക്കുക. പക്ഷെ ഇതൊരു പെണ്ണ്. അതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. 30ഓളം അനുകൂല സാഹചര്യങ്ങൾ യൂസുഫ് നബിക്ക് വ്യഭിചാരത്തിനുണ്ടായിരുന്ന ഷാജി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. 30ഓളം അനുകൂല സാഹചര്യങ്ങൾ. അവിടെ യൂസുഫ് നബി ക്ഷമിച്ച ക്ഷമയാണ് ആ പൊട്ടക്കിണറ്റിലിട്ടപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും പിതാവിൽ നിന്ന് വേർപ്പെട്ടപ്പോഴും ഒക്കെ യൂസുഫ് നബിച്ച ക്ഷമയേക്കാൾ വലിയ ക്ഷമ വ്യഭിചാരത്തിൽ നിന്ന് പോകാതെ യൂസുഫ് നബി ക്ഷമിച്ച ക്ഷമയാണ്. അതുകൊണ്ട് വ്യഭിചാരം നമ്മൾ നല്ലോണം സാക്ഷിക്കണം. അനാവശ്യമായ സ്പർശനങ്ങൾ, നോട്ടങ്ങൾ, സംസാരങ്ങൾ, ഞാൻ അതൊക്കെ ദീർഘ സംസാരം സമയമില്ലാത്തതിനെ വേഗത്തിൽ പറഞ്ഞു പോകാൻ. ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാരണന്മാരൊക്കെ പണ്ടൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്കൂൾ വിട്ടാൽ ആൺകുട്ടികൾ റോഡിന്റെ ഒരു സൈഡും പെൺകുട്ടികൾ വേറെ സൈഡും. നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളൊക്കെ സ്കൂളിലുണ്ടായി. ഇപ്പോഴോ ഇപ്പൊ അങ്ങനൊന്നും പാടില്ല. ജെൻഡർ ന്യൂട്രലാണ്. ആണില്ല, പെണ്ണില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം. എന്തൊരു ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനം തകിടം മറിക്കാം. ഇതൊക്കെ പാശ്ചാത്യന്മാർ ചാപ്പിച്ച് തുപ്പി ഓലൊക്കെ ഒഴിവാക്കിയ സംസ്കാരം നമ്മളെ ആൾക്കാർ വലിയ ഈ റീൽസിലൂടെയും അതുപോലെ തന്നെ ഇതൊക്കെ ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ എവിടെയാണ്? ഇനി കുറച്ച് കഴിഞ്ഞ് എടുക്കെത്തും. പിന്നെ തട്ടിടാൻ പാടില്ല എന്നുള്ളതായിരിക്കും. ഇതൊക്കെ നമ്മുടെ കൗമം തന്നെ കുറെ വിറകും കൊള്ളികളുണ്ടല്ലോ അടുപ്പിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി. എല്ലാത്തിനും ഓശാനം പാടുന്ന കുറെ മുൽഹിദീങ്ങളും കുറെ കാഫിര്യങ്ങളും ഉണ്ടല്ലോ നമ്മുടെ കൗമിലുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇസ്ലാമിനെ തകർക്കാനും പറയിപ്പിക്കാനും പറ്റിയ, എന്നിട്ട് അത് സോഷ്യൽ മീഡിയ വന്നിട്ട് അതിനൊന്നും ആവശ്യമില്ല. ദീൻ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒരുപോലെയാണ്, സ്വത്തും ഒരുപോലെ വേണം, ഇതൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് കുറെ ആൾക്കാർ കുടുങ്ങിപ്പോകും ഈമാൻ അല്ലാത്തവൻ. അതുകൊണ്ട് സഹോദരന്മാരെ, വ്യഭിചാരം ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ്. ഈ അടുത്ത് നടന്ന പഠനം നമുക്കറിയാലോ. സ്വന്തം അടുത്ത കുടുംബത്തിലും വീട്ടിൽ നിന്നുമാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടത്, പുറത്തുനിന്നല്ല. എന്തുകൊണ്ടാണെന്നറിയോ? കസിൻ. ആങ്ങളെ പെങ്ങളല്ലേ,